ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും കർത്തൃദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. തൊണ്ടയ്ക്ക് അല്പമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ശബ്ദത്തിനും പ്രയാസമുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ തിരുവെഴുത്ത്, അതാണ് കുർവാക്യമായിട്ട് പ്രാരംഭ ദിവസം വായിച്ചത്. യേശു അടുത്ത് എന്ന് സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നാം ആ വാക്യം വായിച്ച് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ്. അപ്പോൾ മത്തായി സുവിശേഷം എന്ന ആ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു. മത്തായിയുടെ വേറൊരു പേരാണ് ലേവി. തൊഴിൽ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ചുങ്കം പിരിക്കുക. റോമ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പാലസ്തീൻ. അതിൽ ചുങ്കം പിരിക്കാൻ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മത്തായി. ആട്ടെ, എന്നാൽ യേശുവിനാൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. ഈ മാർഗത്തിൽ വന്നു, മറ്റ് ഭാഗത്തേക്ക് പോകുന്നില്ല. യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് ഈ സുവിശേഷ പുസ്തകം എഴുതിയത്. നമ്മളതാ ഇന്നലെ ചിന്തിച്ചത്. അതുകൊണ്ടാണ് തുടക്കത്തിലെ ഈ വംശാവലി പട്ടിക. യഹൂദന്മാരെ വംശാവലി നോക്കിയേ ഇടപെടുകയുള്ളൂ. നമ്മളും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം പണ്ടൊക്കെ ബൈബിൾ സ്കൂളിൽ ചേർക്കുമ്പം എന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടതെന്ന, ഏത് സഭയിലാണ് കൂടുന്നത്, ലോക്കൽ പാസ്റ്ററുടെ ലെറ്റർ, സെൻട്രൽ പാസ്റ്ററുടെ ലെറ്റർ, പിന്നെ അല്ലാതെ ഒരു ലെറ്റർ, പിന്നെ വേലയ്ക്ക് വിളിയുണ്ടെന്ന് ആര് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം മാറി ഓടിച്ചിട്ട് പിടിക്കുക, എങ്ങനെയും ഒന്ന് വന്നിരുന്നാൽ മതി എന്ന. രക്ഷിക്കപ്പെട്ടതും വിഷയമല്ല, സ്നാനപ്പെട്ട. അപ്പം അന്നൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. എന്നാലും ചിലർ ഇതൊക്കെ നോക്കിയാണ് ഇടപെടുന്നത്. നമ്മുടെ സഭയാണ്, തന്നെയല്ല നമ്മുടെ സെൻറ്ററിലുള്ള ആല. അപ്പോൾ ഒരാൾ പറയും നമുക്ക് വേണ്ടപ്പെട്ട, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ. പിന്നെ ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞു നമ്മുടെ പയ്യനെ കയറ്റി വിട്ടേക്കാൻ. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു ഒന്നും പറയത്തില്ല, അതൊന്നും കുഴപ്പമില്ല, കയറ്റി വിടാൻ. അപ്പം വേറൊരാൾ പറഞ്ഞു ഇല്ല, മറ്റേ പുള്ളി കുറച്ചുകൂടെ ചൊവ്വിന് പറയും, അത് മറ്റേതാ, ഇതിനെ കയറ്റി വിടാൻ പറഞ്ഞു. അപ്പം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, എന്നും കാണും. ഇത് കർത്താവിൻ്റെ വരവ് വരെ കാണും. ഈ പ്രസംഗമൊന്നും കേട്ടാലൊന്നും ശരിയാകുകയില്ല. പിന്നെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു മനോഗുണം ഉണ്ടാകും. പറഞ്ഞല്ലോ ഒന്ന്, ആരെങ്കിലും ഒരാളെങ്കിലും ഗുണമാകുക എന്നെങ്കിൽ ആകട്ടെ. അപ്പം മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതിയത്, അവരെ ഉന്നം വെച്ച. അതുകൊണ്ട് വംശാവലി പട്ടിക ആദ്യം കൊടുത്തത്. അബ്രഹാമിൽ നിന്നാണ് തുടങ്ങിയത്. കാരണം യഹൂദനെ അബ്രഹാമ അവരുടെ പിതാവ്. അബ്രഹാം ഞങ്ങളുടെ പിതാവെന്ന് ഉള്ളം കൊണ്ട് പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ട് തൊടുകൈക്ക് അബ്രഹാമിൽ തുടങ്ങി. അബ്രഹാമിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായി യേശുക്രിസ്തുവിൻ്റെ വംശാവലി. എന്നാൽ ലൂക്കോസ് വംശാവലി പറയുമ്പോൾ ഇന്നലെ ഓർപ്പിച്ചല്ലോ, അബ്രഹാമിനല്ല, അത് അബ്രഹാമിൽ നിന്ന് പുറകോട്ട് വന്ന് ആദാമിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് എഴുതി ആദാം ദൈവത്തിൻ്റെ മകൻ. ലൂക്കോസ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത് മനുഷ്യപുത്രനായിട്ടാണ്. മത്തായി രാജാവായിട്ടാണ് വെളിപ്പെടുത്തുന്നത്, യഹൂദനോട് ബന്ധപ്പെട്ട. യഹൂദൻ അബ്രഹാം മതി, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ ലൂക്കോസ് മനുഷ്യപുത്രനെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് ഒന്നാമത്തെ മനുഷ്യൻ ആദാമിൽ കൊണ്ട് നിർത്തി. കാരണം ആദ്യ മനുഷ്യൻ ആദാം. അവിടുന്ന് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആദി പിതാവാകുന്ന മനുഷ്യനാകുന്ന ആദാം. അതെ, മത്തായി എഴുതിയതിൻ്റെ ഉദ്ദേശം യേശു രാജാവാണെന്ന് തെളിയിച്ചു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, 1 മുതൽ 4 വരെയുള്ള അധ്യായം പഠിച്ചാൽ 1 വംശാവലി പട്ടിക, 2 അവിടുത്തെ തിരുജനനം, 3 അവിടുന്ന് സ്നാനപ്പെടുന്നു, 4 ആത്മശക്തിയോടെ പോകുകയും. അവിടെ 2 പദമാണ്, ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ ശക്തി, രണ്ടും ഉണ്ട്. അങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് എടുത്തെങ്കിലും ഒന്ന് വായിക്കാമോ? നമ്മുടെ ഇന്നലത്തെ പാസ്റ്റർ പോയല്ലോ, എന്നാലും ദൈവദാസന്മാർ ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു.
ദൈവത്തിന് മഹത്വം. ലൂക്കോസ് ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. മത്തായി എഴുതിയതിനേക്കാളും കുറച്ചുകൂടെ ലൂക്കോസ് 4:1 വായിച്ചേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അവിടെ വായിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മതി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിയ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ മതി. 4:1 ആത്മാവ് നിറഞ്ഞു. 4:12 വായിക്കുന്നത് 14. യേശു ആത്മാവിന്റെ ശക്തിയോടെ 4:1 നിറഞ്ഞു. 14 വന്നപ്പം ശക്തിയോടെ. ഇന്ന് എല്ലാവരും നിറയുന്നുണ്ട്, പക്ഷെ ശക്തിയോടെ പോകുന്നില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അപ്പൊ മത്തായി യേശുക്രിസ്തുവിന്റെ പ്രാരംഭ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. മറ്റു 3 പേരും രേഖപ്പെടുത്താത്ത ചില കാര്യങ്ങൾ, ഈ വിദ്വാൻമാർ വന്ന വിഷയം, നക്ഷത്രം കണ്ട കാര്യം, ഇത് മറ്റു 3 പേരും വെളിപ്പെടുത്തിയിട്ടില്ല. മത്തായിയിൽ കൂടി അത് മനസ്സിലാക്കുന്നത്. ആട്ടെ, 2-ാം അധ്യായത്തിലേക്ക് ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 2:2, 2:4. ഇന്നലെ നമ്മൾ വായിച്ചത്, ഒന്നുകൂടെ വായിച്ചു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 4-ാം വാക്യം. ക്രിസ്തു എവിടെയാകുന്നു? ജനിക്കുന്നവരോട് ചോദിച്ചു. ക്രിസ്തു എവിടെ? അതാ, ക്രിസ്തു എവിടെ? 2:2 രാജാവായി പിറന്നവൻ എവിടെ? അപ്പം എവിടെ? അതിന് മറുപടി കൊടുത്തു. ഇന്നലെ നമ്മൾ അതാ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. ഒടുവിൽ ചിന്തിച്ച് നിർത്തിയത്, അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നടുവിൽ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇന്നലെ വായിച്ച് നമ്മൾ നിർത്തിയതാ. ഒന്നുകൂടെ വായിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു എവിടെ? ക്രിസ്തു എവിടെ? രാജാവ് എവിടെ? മറുപടിയാ. ഇത് പുതിയ ബൈബിളാന്ന് തോന്നുന്നു. താള് പറഞ്ഞു വരുന്നില്ല, തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു, ഏക രക്ഷകൻ യേശുക്രിസ്തു, ഒരേ ഒരു നായകൻ, അത് നസറയനാകുന്ന യേശുക്രിസ്തു, ഒരേ ഒരു രക്ഷിതാവ്, നസറായനാകുന്ന യേശുക്രിസ്തു. അപ്പോൾ എവിടെ എന്ന് ചോദിച്ചതിന് മറുപടിയാ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ. അതുകൊണ്ട് ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശുക്രിസ്തു. ആ കർത്താവിനോട് മാത്രമേ മധ്യസ്ഥത കാണിക്കാവൂ. വേറെ ആരെ ഇതിനിടയ്ക്ക് കയറ്റി നിർത്തരുത്. നമുക്ക് ആ വിഷയം വിട്ടൊക്കെ ഞാൻ ഇന്ന് എടുത്ത ഭാഗത്തോട് കൂറ് പുലർത്തി ചില കാര്യം ചിന്തിക്കേണ്ടത് കൊണ്ട് ഇനി ഇടയ്ക്കത്തെ കാര്യമൊന്നും പറയുന്നില്ല. ഒത്തിരിയും കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാര്യമായിട്ട് ആ ഭാഗം പറഞ്ഞങ്ങ് വിട്ടേക്കാം. അല്ലെങ്കിൽ ഇന്നും നാളെയും ഈ ആഴ്ച പറഞ്ഞാലും തീരുകയില്ല. അതുപോലെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. 1, 2, 3, 4 അധ്യായം. അപ്പോൾ അത് വംശാവലി, അവിടുത്തെ തിരുജനനം, അവിടുത്തെ സ്നാനം, അവിടുത്തെ ആത്മശക്തിയും പരീക്ഷകളെ, എന്തുവാ ഇന്നലെ ഒരു ഇംഗ്ലീഷ് പറഞ്ഞ ടെംപ്റ്റേഷൻ. തെറ്റിയോ? ഇരിക്കട്ടെ. യേശു ഇതിനെയെല്ലാം ജയിച്ചു, നമുക്ക് നല്ല മാതൃക കാണിച്ചു. ഇനി മത്തായി 5, 6, 7 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഉപദേശം, പർവ്വത പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം, അങ്ങനെയാണല്ലോ. ഇതുപോലൊരു പ്രഭാഷണം വേറെ ആരും ചെയ്തിട്ടില്ല. ഗിരിപ്രഭാഷണം ഏതാണ്ട് 10-28 സബ്ജക്റ്റുകൾ പ്രധാനമായിട്ട്, അത് കൂടുതലുണ്ട് എങ്കിലും ഓടെ ഒരു കണക്ക് പറഞ്ഞാൽ 10-28 സബ്ജക്റ്റുകൾ ഈ ഗിരിപ്രഭാഷണത്തിൽ യേശു പ്രസ്താവിച്ചു, ഉപദേശിച്ചു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ രീതി അങ്ങനായിരുന്നു. ഉപദേശവും പ്രസംഗവും പിന്നെ സൗഖ്യവും. ഉപദേശം, പ്രസംഗം, സൗഖ്യം. 2 വാക്യം ഇപ്പം വായിക്കാം, എല്ലാം പറയാൻ നേരമില്ല. 4-ാം അധ്യായത്തിൻ്റെ 23 അല്ലേ? ഒന്ന് വായിച്ചേ. 4:23.
പിന്നെ യേശു ഗലീലൊക്കെയും ചുറ്റി സഞ്ചരിച്ചു പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഓർഡർ കണ്ടോ? ഉപദേശം, പ്രസംഗം, സൗഖ്യം. 9:35 വായിച്ചോ. ഈ രണ്ട് കാര്യത്തിൽ തെളിയിക്കാമല്ലോ, ഉറപ്പിക്കാമല്ലോ. ഒത്തിരി ഉണ്ടെങ്കിലും ഒന്നുകൂടെ വായിച്ചു. 9:35 വലത്ത് വശത്ത് ഈ ഭാഗത്ത് കാണും. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. എങ്ങനെയുണ്ട്? അപ്പൊ ഈ രണ്ട് ഭാഗത്തും ഉപദേശം, പ്രസംഗം, സൗഖ്യം. ഓർഡറാ. ഇത് ഇന്ന് ചിലയിടത്ത് ഉപദേശമൊന്നുമില്ല, മൊത്തം സൗഖ്യമാണ്. ഇതങ്ങനല്ല. ഉപദേശം, പ്രസംഗം, സൗഖ്യം. ഇത് മൂന്നും ഉണ്ട്. ഇത് മൂന്നും വേണം. രോഗശാന്തി മാത്രം നടത്തി വെച്ച് പോകൽ. ഉപദേശം പറയണം. ഉപദേശം മാത്രമല്ല, ഉപദേശം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകണം. സ്തോത്രം. പ്രസംഗവും എന്തുവാ? ടീച്ചിങ് അല്ലയോ? തെറ്റുന്നുണ്ടേ പറയണം. ടീച്ചിങ്ങും പ്രീച്ചിങ്ങും ഹീലിങ്ങും. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? പറ വിളിപ്പച്ചാ, തെറ്റിയോ? ഒന്ന് ഇരിക്കട്ടെ. അപ്പൊ ടീച്ചിങ്ങും പ്രീച്ചിങ്ങും ഹീലിങ്ങും ഇതാ യേശുവിന്റെ ശുശ്രൂഷ. ഒരു കാര്യം എന്നെ കേൾക്കുന്നുണ്ട് പറയാം, നന്നായിട്ട് ഉപദേശം പറയണം. രോഗശാന്തി മാത്രം നടത്തി വെച്ച് പോരാ. രോഗശാന്തി അത്യാവശ്യമാ. യേശു ഇന്ന് സൗഖ്യമാക്കുന്നവനാ. അവിടുത്തെ അടിപ്പുണരാൽ സൗഖ്യം വന്നുമിരിക്കുക. ഈ രാത്രിയിലും രോഗപീഠകളിൽ വലകുന്ന ആരെങ്കിലും ഈ ഗ്രൗണ്ടിലോ ശബ്ദപരിധിയിലോ ശ്രദ്ധിക്കുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള നസറയനാകുന്ന യേശുവുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പണരാൽ സൗഖ്യം വന്നുമിരിക്കുക. ദൈവത്തിന് മഹത്വം. മിസ്രയീമിനക്ക് വരുത്തിയ ഒരു വ്യാധി ഞാൻ നിനക്ക് വരുത്തുകയല്ലെന്ന. അങ്ങനല്ലയോ വായിച്ച പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ ഓടിച്ചു വായിച്ച വിഷയം. അല്ലെങ്കിൽ കയറി വരുന്നല്ലോ, വായിച്ചങ്ങ് പോകാം. പെട്ടെന്ന് ചടിയടാന്ന് വായിക്കണം. ഇതേ പുതിയ ബൈബിളാണ്, ഇതുവരെ തുറന്നില്ലെന്ന് തോന്നുന്നു. പഴയ ബൈബിൾ കൊണ്ടുവരാൻ മേലായിരുന്നു. കുഴപ്പമില്ല, എന്നാലും വായിക്കും. 15-22 മുതൽ. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്തവർ ഷൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറേ മാറയിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു, വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനെ പരീക്ഷിച്ചു. ഒരു ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നിന്നെ സൗഖ്യമാക്കും. 103-ാം സങ്കീർത്തനം മനപാഠമാ. യഹോവ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കും, സകല രോഗത്തെ. സ്തോത്രം. സകല രോഗത്തെ അവിടുന്ന് സൗഖ്യമാക്കും. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നമ്മിത്ത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിപ്പിക്കുന്നു. കർത്താവിനെ എഴുന്നേൽപ്പിക്കും, പാപം ചെയ്തെങ്കിൽ ക്ഷമിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇനി രോഗശാന്തി എന്നുള്ളത് ഉപദേശമാണ്. ഇപ്പൊ ഈ ഉപദേശമൊന്നും ആരും പറയുകയല്ലേ. അതാ ഇത് ഉപദേശമാണ്. രോഗശാന്തി ഞാൻ സഹിതം 1-ാം പ്രതി ഞാനാ. നമ്മളാണെങ്കിലും രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ഉപദേശമോ സൗഖ്യത്തിൻ്റെ അല്ല പറഞ്ഞത്. ഡോക്ടർ ചാണ്ടി നല്ല ട്രീറ്റ്മെൻറ്റ്. ഞങ്ങളുടെ പുള്ളിക്കാരി അവിടെ കാണിക്കുന്നത്. ആരാധന കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അപ്പം നല്ല ആരാധനയാണ്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച വിഷയം പെന്തിക്കോസ് ആരാധനയെ വന്ന് എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരെ തല തിരിഞ്ഞു. പെന്തിക്കോസ് ആരാധന കഴിഞ്ഞേച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും.
വണ്ടമേടി യാക്കോച്ചായൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പുള്ളി അന്നേരം നേരെ ഇതുപോലെ കുത്തരിയുണ്ട്, ചുരുട്ടിയേച്ച് താഴോട്ട് വെച്ച് തലയും കുത്തി നേരെ എന്ന് കാലം. അന്നേരം ആളെല്ലാം കൂടെ ഓടിക്കൂടി. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതെല്ലാം തലതിരിഞ്ഞു പോയെന്ന് പറഞ്ഞു. നേരെ നിന്ന് പറഞ്ഞു ലോകമല്ല തലതിരിഞ്ഞു. അല്ല, ആത്മീക ലോകത്ത് ഇപ്പൊ തലതിരിഞ്ഞിരിക്കുക. അനുഭവിച്ചവർ ഇതിനകത്ത് കാണും, ഇല്ല നിങ്ങൾക്ക് അറിവ് കാണും. പണ്ട് ആശുപത്രിക്കാരും ഡോക്ടർമാരും ഒക്കെ തള്ളിയ കേസുണ്ട്. ഒരു ചെറിയ അനക്കം, അധികം താമസിക്കാതെ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച കേസുകൾ. അവൻ പെന്തിക്കോസ് ആരാധനയിൽ വന്ന് അവരൊക്കെ പിന്നെ എത്രയോ നാള് അവൻ സൗഖ്യത്തോടെ യേശുവിനെ സാക്ഷിച്ചു. അല്ല, ആ പെന്തിക്കോസ് ഇന്ന് നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്, ഇന്ന് നിന്നെ രക്ഷിക്കുന്ന യേശുവുണ്ട്, വിടുവിക്കുന്ന യേശുവുണ്ട്. ദൈവത്തിന് മഹത്വം. അത് നമുക്ക് ഓടിച്ച് മുമ്പോട്ട് പോകാം. 3 കാര്യമാണ്: ഉപദേശം, പ്രസംഗം, സൗഖ്യം. അതെല്ലാം യേശുവിൻ്റെ ശുശ്രൂഷയില്ല. ഇത് കഴിഞ്ഞ് കർത്താവ് 5, 6, 7 3 അധ്യായം പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം. മത്തായി, നമ്മൾ മത്തായി എന്നല്ലേ വായിച്ചേ. 3 അധ്യായം ഗിരിപ്രഭാഷണം. ഉപദേശമാണ്, ഉപദേശം. എന്നാൽ 8, 9, 10 അധ്യായം നിങ്ങൾ പഠിച്ചാൽ ഉപദേശിച്ച കാര്യമെല്ലാം പ്രവർത്തിക്കുക. നമ്മൾ ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയില്ല. അത് മിണ്ടുന്നില്ലല്ലോ ആരും. ഞാൻ സഹിതം നന്നായിട്ട് നമ്മൾ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് പ്രസംഗം വേണേലും ഉണ്ട്, നമുക്കിഷ്ടപ്പെട്ടത്. ആണുങ്ങൾ പ്രസംഗിക്കുന്നു, പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നു, ആണും പെണ്ണും കൂടെ ഒന്നിച്ചു നിന്ന് പ്രസംഗിക്കുന്നു, ചെറുക്കൻ പ്രസംഗിക്കുന്നു, കൊച്ചു പ്രസംഗിക്കുന്നു, തള്ള പ്രസംഗിക്കുന്നു, സഹോദരി പ്രസംഗിക്കുന്നു, നിന്ന് പ്രസംഗിക്കുന്നു, നടന്ന് പ്രസംഗിക്കുന്നു, ഇരുന്ന് പ്രസംഗിക്കുന്നു, കിടന്ന് പ്രസംഗിക്കുന്നു. തമാശ പറഞ്ഞു, ഒരുത്തനെ കിടന്നുകൊണ്ട് അവൻ കിടന്നുകൊണ്ട് മയക്കി ആണ്ട് വരുന്ന് പിടിച്ചോളാൻ. ഏത് ടൈപ്പ് വേണേലും ഉണ്ട്. പക്ഷെ അത് ആ പ്രസംഗിക്കുന്ന ഉപദേശിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തണം. അതാ യേശുവിൽ നിന്ന് പഠിക്കുന്നത്. 5, 6, 7 അധ്യായത്തിൽ ഉപദേശം. 8-ാം അധ്യായം മുതൽ പഠിച്ചേ അത് ശുശ്രൂഷകൾ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ഞാനെപ്പോഴും പറയും, സ്നേഹത്തെ പറ്റി പ്രസംഗിക്കാൻ അറിയാം, പ്രബന്ധമൊക്കെ അവതരിപ്പിക്കും, വേണേൽ സ്നേഹത്തിൻ്റെ പുസ്തകവും എഴുതും, കൺവെൻഷൻ അത് പ്രകാശനവും ചെയ്യും, പ്രകാശനം കഴിഞ്ഞ് വിൽക്കാനും പോകും. ചെല്ലു പറയാനുണ്ട്, ഇത് 250 രൂപയുടെ ആ കൺവെൻഷൻ പ്രമാണിച്ച് 100-ന് അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. കൺവെൻഷൻ പ്രമാണിച്ച് 250. ഞങ്ങളുടെ രച്ചായൻ പറഞ്ഞു, നീ അങ്ങനെ ദൈവത്തിന് ലാഭം ഉണ്ടാക്കേണ്ട 250 തന്നെ അങ്ങ് കൊടുത്തോളാൻ. പക്ഷെ എനിക്ക് വേണ്ട. അതാ പുള്ളി പറഞ്ഞേ, നീ ദൈവത്തിൻ്റെ ലാഭമൊന്നും ഉണ്ടാക്കണ്ട, ദൈവനാമത്തിൽ ഇപ്പം 100-നാണ്. പുസ്തകം എഴുതാം, പ്രസംഗിക്കാം, പ്രബന്ധം അവതരിപ്പിക്കാം. പക്ഷെ ആ സ്നേഹം ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിക്കണം. അതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ക്ഷമയെ പറ്റി പ്രസംഗിക്കാം. ഇന്നലെ പറഞ്ഞ പോലെ ക്ഷമയെ പറ്റി പ്രസംഗിക്കാം. വാക്യങ്ങളൊക്കെ എടുത്ത് ക്ലാസ് എടുക്കാം. ക്ലാസ് ഒരു വാക്യം എടുത്ത് 7ആയിട്ട് കീറി അതിനെ പിന്നെയും കീറി അതിൻ്റെ മൂലഭാഷയും ഒക്കെ പറഞ്ഞ് നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പഠിപ്പിക്കുന്ന ആളും സ്വന്തം അനിയനോട് ക്ഷമിച്ചിട്ടില്ല. സ്വന്തം അനിയനും ചേട്ടനും 2 സഭയിൽ സ്നേഹിച്ചു പോയതല്ല, പടങ്ങിപ്പോയതാ. സ്ഥലമൊന്നും പറയുന്നില്ല. സ്വന്തം ചേട്ടൻ മരിച്ചു, അടുത്ത വീട്ടിലാണ്. ചേട്ടൻ മരിച്ചു, അടുത്ത വീട്ടിലെ. അനിയൻ തൊട്ടടുത്ത വീട്ടിലെ. 2 പേരും 2 സഭയുടെ പ്രധാന ആൾക്കാരാ. ചേട്ടൻ ഒരു സഭയുടെ പ്രധാന ആള്, അനിയൻ വേറൊരു സഭയുടെ പ്രധാന ആളാ. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടത്തി പിള്ളേർ അയ്യോ എൻ്റെ അച്ചായാന്ന് കൂവിയപ്പം അനിയന് മനസ്സിലായി ചത്തെന്ന്. അന്നേരം പുള്ളി ഡ്രസ്സ് മാറി ഒരു സ്ഥലത്ത് പോയി. 2 ദിവസം കഴിഞ്ഞാൽ വന്ന് എന്നെ അന്തം വിട്ടിരിക്കുന്നു. നടന്ന കാര്യമാണ് അത്, നടന്ന കാര്യം. എവിടാന്നൊന്നും പറയാനില്ല, വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നത് ആണെന്ന്. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. സ്വന്തം ചേട്ടനാ മരിച്ചത്. അപ്പൊ ചേട്ടത്തിയും പിള്ളേർ അയ്യോ എൻ്റെ അച്ചായ എന്ന് നിലവിളിച്ചപ്പോൾ അനിയന് പിടികിട്ടി മരിച്ചെന്ന്. അന്നേരം ഡ്രസ്സ് മാറിപ്പോയി. 2 ദിവസം കഴിഞ്ഞാൽ വന്ന്. അപ്പോൾ അടക്കവും എല്ലാം അവിടെ നിന്നാ നാട്ടുകാരെങ്കിലും പറയല്ലേ, കയറി കാണാന്ന് പറയല്ലേ. 2 പേരുടെയും കയ്യിലെ സത്യവേദ പുസ്തകം ഇരിപ്പുണ്ട്. ചേട്ടനും സഭയുടെ പ്രധാന ആളാ. സന്തോഷിപ്പിച്ച വാക്യം മിക്കപ്പോഴും പറയും. അനിയനും അങ്ങനെ തന്നെ.
ഏനാ നിങ്ങൾ ഒരു ക്ഷമയെ പറ്റി പ്രസംഗിക്കാം, പ്രബന്ധം അവതരിപ്പിക്കാം. നമ്മൾ പറയും നല്ല പ്രസംഗമാ, കേട്ടിരിക്കും നമ്മൾ. ഇതുപോലെ തോട്ട്സ് ഞാൻ ഇതുവരെ എന്താ അകത്തിന്നിറങ്ങുന്നേ. അനിയനോട് മിണ്ടിയിട്ട് എത്ര നാളായടാ? എന്നെ വേട്ടമല്ലേ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഉള്ള കാര്യമാണ്. 5, 6, 7 ഉപദേശമാ. പർവ്വത പ്രസംഗം 8 മുതൽ അത് ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ ക്രൈസ്തവരോട് അല്ലെങ്കിൽ പെന്തിക്കോസുകാരോട് ഊന്നി പറയാം, ഇതിന് വേണ്ട ട്രാക്റ്റും ഈ കൺവെൻഷനും കൂട്ടായ്മയും കാത്തിരിപ്പ് ഉണർവ് യോഗവും എന്തെല്ലാം യോഗങ്ങളാ. എതിരല്ല, ഞാൻ നടത്തിക്കോ. അതുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾക്കും വരാനൊക്കെ ഒക്കുന്നത്. അതിന് എതിരല്ല. പക്ഷേ ഇത്രയും ചെലവൊന്നും ചെയ്യണ്ട. ജീവിതത്തിൽ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ. ട്രാക്റ്റ് അടിച്ച് ഊപ്പാട് വരിക ഇതെല്ലാം ഇഷ്ടം ചോദിക്കും. ഇനിയുണ്ടോ ട്രാക്റ്റ്? തമ്പിയുടെ ഹൃദയം, ഇന്നാളെ സണ്ണിയുടെ ഹൃദയം, പുതിയ ട്രാക്റ്റാണ്. സണ്ണി വായിച്ചിരിക്കോ? നിങ്ങളിതൊന്നും കണ്ടില്ലേ? സണ്ണിയുടെ ഹൃദയം പുതിയ ട്രാക്റ്റ് ഇറങ്ങി. എന്നെ കാണിച്ചു. നീ എങ്ങോട്ടെ? പകരുന്ന കപ്പൽ, ഒരു പടു, നല്ലതാണ്. പക്ഷേ അത്രയും ട്രാക്റ്റ് അടിച്ചില്ലെങ്കിലും ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണം യേശുവിനെ. ആട്ടെ, വിവരിക്കുന്നില്ല. ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് ചിലർക്ക് ഇതൊക്കെ കേൾക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം. പിന്നെ താഴോട്ട് ഗലീലയിലെയും യഹൂദയിലെയും ശുശ്രൂഷയാ. മത്തായി 26, 27 അധ്യായം ഞാൻ വിവരിക്കുന്നില്ല അധികം. കഷ്ടാനുഭവങ്ങളും പീഡയും അവിടുത്തെ തിരുമരണത്തെയാ നമ്മൾ കാണുന്നത്. 28 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. അവിടെ നിന്നും ജീവിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചു. അതാണല്ലോ മത്തായി തുടക്കത്തിലേ പറഞ്ഞത്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞ ഭാഗം വിട്ടേക്കാം. 2 അധ്യായത്തിൽ കർത്താവ് ജനിച്ചു. വിദ്വാൻമാര് കാണാൻ വന്നു. കൊട്ടാരത്തിൽ ചെന്നാ ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെ? പുള്ളി അന്തം വിട്ടെങ്കിലും പുള്ളി സാധാരണ ഈ കാര്യമൊക്കെ നക്ഷത്രം കണ്ടത് കൊണ്ടാണ് വാനശാസ്ത്ര നിരീക്ഷകന്മാരെ വിളിച്ചാ ചോദിക്കേണ്ടത് നക്ഷത്രത്തിന്റെ കാര്യം. പക്ഷെ അപ്പൊ പുള്ളി വാനാഗോള ശാസ്ത്രങ്ങളെ അറിവുള്ളവരെ അല്ല വിളിച്ചത്. പുള്ളി വിളിച്ചത് മഹാപുരോഹിതന്മാരെ, ശാസ്ത്രിമാരെയും വിളിച്ചു. അതിനാ വചനത്തിലുണ്ട് എവിടാ ജനിക്കുന്നെന്ന്. അതുകൊണ്ട് അവരെ വിളിച്ചു. അപ്പൊ അവര് വന്ന് കാര്യം പറഞ്ഞു. അതാ 2 അധ്യായത്തിൽ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് വായിച്ച 2 അധ്യായത്തിന്റെ 4 മുതലുള്ള കണ്ണിക ഇവിടെ മുതൽ വായിച്ചു. ഇവിടെ മുതൽ ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. അവരെയാ കൂട്ടിവരുത്തിയത്. സാധാരണ നക്ഷത്രം കാണുമ്പോൾ നക്ഷത്ര വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള വാന നിരീക്ഷകന്മാരെ വിളിച്ച് ചോദിക്കണ്ടേ. പക്ഷെ ഹെരോദാവ് അവരെ വിളിച്ചില്ല, മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെയും വിളിച്ചു. അടുത്തത് ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദ്യയിലെ ബേത്ലഹേമിൽ അപ്പൊ അവര് കാര്യം പറഞ്ഞു. മീകാ പ്രവചനം 5:2 ബേത്ലഹേമിൽ ജനിക്കുന്നതായിട്ട് ആ ക്രിസ്തുവിനെ പറ്റിയുള്ള തിരുവെടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഈ മത്തായി സുവിശേഷത്തിലെല്ലാം കൂടെ കൊടുത്തിരിക്കുന്നത് ഈ തിരുവെടുത്തിന് നിവർത്തി വന്നു. അപ്പൊ തിരുവെടുത്ത് നിവർത്തി, കാരണം യഹൂദന് തിരുവെടുത്ത അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ടാണ് കൂടെ പഴയ നിയമ ഉദ്ധരണികൾ എടുത്ത് കൊടുത്ത് കോട്ട് ചെയ്തേച്ച് ഈ തിരുവെടുത്തിന് നിവർത്തി വന്നു. അവരംഗീകരിക്കണം. അപ്പൊ അങ്ങനെ തെളിയിച്ചിട്ട് പറഞ്ഞു, ഇത് മീകാ പ്രവചനം 5:2. ഇനി വായിച്ച് യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്നാൽ മീകാ പ്രവചനം 5:2 ചെറുതാണെന്ന് എഴുതിയേക്കുന്നത്. വായിച്ചേ 5:2 പെട്ടെന്ന് വായിച്ചു. മീകാ 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തേ, യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്ന നീ യഹൂദാ സഹസ്രങ്ങളിൽ
ചെറുതായിട്ടിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പോൾ മീഖാ പ്രവചനം 5:2 ചെറുതെന്നാ. പക്ഷെ കർത്താവിന്റെ തിരുപ്പുറവിൽ നടന്നു കഴിഞ്ഞപ്പോൾ പറയുക നീ വലുതാണ്, ചെറുതല്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ട് ചോദിച്ചാൽ മതി. യേശുവിന് ഇടം കൊടുത്താൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, യേശുവിനെ ഏറ്റെടുത്താൽ, ആത്മീകമായി വ്യാഖ്യാനിച്ചാൽ, യേശു നിന്റെ ഹൃദയത്തിലേക്ക് ജനിച്ചാൽ നീ ചെറുതല്ല, നീ വലുതാ. ലോകക്കാർക്കും കുടുംബക്കാർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷേ നാം കർത്താവിൽ വലിയവരാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. ഈ ബേത്ലഹേമിൽ ജനിക്കാൻ കാര്യമുണ്ട് യേശു, അതിന് പല കാര്യമുണ്ട്. 2 കാര്യം പറഞ്ഞങ്ങ് വിടാം. ഈ ബേത്ലഹേമിൽ യേശു ക്രിസ്തു ജനിക്കാനുള്ളതിന്റെ ഒരു കാരണം, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന്. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവർക്ക് കഠിന വേദന ഉണ്ടായിരിക്കുമ്പോൾ സൂതികർമ്മി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. ജീവൻ പോകുന്ന സമയത്ത് അവൾ അവനെ ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ, അവന്റെ അപ്പൻ പിന്നെ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. പിന്നെ റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കാനുള്ളതിന്റെ ഒരു കാരണം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയുക, കണ്ണുനീരും ദുഃഖവും മനോവേദനയും മർദ്ദിച്ച ഇടമാ ഈ സ്ഥലം. റാഹേൽ മരിക്കുന്നു, ഒരു കുഞ്ഞ്, ചോരക്കുഞ്ഞ് ബെനോനി എന്ന് പേരിട്ടു. ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. യാക്കോബിനും ഈ കുടുംബത്തിനുമെല്ലാം വലിയ മനോദുഃഖവും മനോവ്യതയും ഉണ്ടാക്കിയ സന്ദർഭവും സ്ഥലവുമാ ഇവിടം. അവിടെ യേശു ജനിച്ചത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരുപ്പിറവി കൊണ്ട് നിന്റെ മനോദുഃഖം മാറും, നിന്റെ സകല മനക്ലേശങ്ങളും മാറ്റും. ഇന്ന് രാത്രി നിരാശയോടെ, ഭാരത്തോടെ, ദുഃഖത്തോടെ, മനോദുഃഖത്തോടെ, വേദനയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇവിടെ വന്നെങ്കിൽ യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിലേക്കൊന്ന് ജനിച്ചാൽ നിന്റെ മനോദുഃഖവും സകല കെടുതി മാറ്റി ഇന്ന് രാത്രി ആനന്ദത്താൽ ദൈവം നിന്നെ നിറയ്ക്കും. യേശു നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ദാനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും. യേശു നായകൻ, സമാധാന. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അപ്പോൾ ക്രിസ്തുയേശു ഇവിടെ ജനിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മനോദുഃഖവും മനക്ലേശവും നിന്റെ അസ്വസ്ഥതകളൊക്കെ മാറ്റിത്തരുന്ന ഇടമാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. മത്തായി സുവിശേഷം എടുത്തത് കൊണ്ട് ആ ഭാഗത്തേക്കൊന്ന് പോകുന്നത്. 2, ബേത്ലഹേമിൽ ജനിക്കാനുള്ള വേറൊരു കാരണം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 32 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2:32. അസാഹേലിനെ അവരെടുത്ത് ബേത്ലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. നമുക്കറിയാം, ദാവീദിന്റെ പെങ്ങന്മാര് 2 പേരാ. അതിലൊന്നാ സെരൂയയ്ക്ക് 3 ആൺപിള്ളേരാ, യോവാബ്, അബീശായി, അസാഹേല്.
അവൻ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയാ. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അഭിനേര് ഇവനെ ഭാഗവരുത്തി. പശ്ചാത്തലം ഒന്നും പറയുന്നില്ല. പശ്ചാത്തലം പറഞ്ഞ പ്രശ്നമാകും. അതുകൊണ്ടാണ് അതിനെ പ്രശ്നമാകുന്നത്. പ്രശ്നം എന്നാ? അവിടെ പാനൽ കളിച്ച കാര്യമാണ് എഴുതിയേക്കുന്നത്. അത് പ്രശ്നമാകും പ്രസാദ് ഫസ്റ്റ്. പിന്നെ അടുത്ത കൊല്ലം കൺവെൻഷൻ എങ്ങനെയാണെന്നുള്ളത് അതോ ഞാൻ പറയണോ? പറഞ്ഞു. എന്നാ പറ. ദാവീദ് മരിച്ചു, ശൗലും മരിച്ചു. രണ്ട് ഗ്രൂപ്പിലും ഗ്രൂപ്പുകാർ വന്നു. ഗ്രൂപ്പുകാര് പാനല്. ദാവീദിന്റെ പാനലും ശൗലിന്റെ പാനൽ. അങ്ങനെ പാനൽ എന്നല്ലേ ഇപ്പൊ പറയുന്നേ? അതോ ഗ്രൂപ്പ് എന്നാണോ? പാനൽ. അങ്ങനെ ഇരിക്കട്ടെ. രണ്ട് പാനല്. അതിൽ ദാവീദിന്റെ പാനലിന്റെ മെയിൻ ആളാണ് യോവാബ്. പെങ്ങടെ മോന. ശൗലിന്റെ പാനലിന്റെ നേതാവാണ് നേരിന്റെ മകൻ അബ്നേര്. അത് ശൗലിന്റെ അപ്പൻ കീഷിന്റെ സഹോദരൻ നേരിന്റെ മകനാണ് അബ്നേര്. ഇവര് ഫസ്റ്റ് കസിനാ. മറ്റേത് അനന്തരവൻ. ഇപ്പം ചില സഭകളുമൊക്കെ അങ്ങനല്ലേ, എല്ലാം ബന്ധവാ. ആൾ പോയി കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കാരന് കൊടുക്കുക. അവന് വിളിയുണ്ടോ സമർപ്പണോ അതൊന്നും വിഷയമല്ല. നീ എടുക്ക. ഇവൻ ഇതെന്നതാന്ന് പോലും കല്യാണം നടത്തുമ്പോൾ പെണ്ണിനോട് പറയണ്ട, ചെറുക്കനോട് പറയണ്ടേ. പിന്നെ അവർ നേരത്തെ എല്ലാം പറഞ്ഞേച്ച് വരുന്നതുകൊണ്ട് അവർക്ക് ഇതൊന്നും വിഷയവും. അവർ പറയേണ്ടതെല്ലാം പറഞ്ഞു പോകേണ്ടടുത്തെല്ലാം പോയ ജാതങ്ങൾ മിക്കതും, എല്ലാവരും അല്ലെങ്കിലും അവർക്ക് പിന്നെ ഇതൊന്നും വിഷയമില്ല. എന്തേലും പറഞ്ഞു നടത്താൻ പറയും. അപ്പൊ ഇതെല്ലാം ബന്ധമല്ലയോ? ബന്ധം. അപ്പൊ നേരിന്റെ മകൻ അബ്നേരും ഇവരെ ദാവീദിന്റെ പെങ്ങള് സെരൂയയുടെ മകൻ യോവാബ്. ഇവര് പാനല് കളിച്ചു. ശൗലൊക്കെ മരിച്ചു. ശൗല് മരിച്ചപ്പോൾ ദാവീദ് പാട്ടുമൊക്കെ പാടി വിലാപകാവ്യം. അതെല്ലാം കഴിഞ്ഞ് ഈ ഗിബയോൻ കുളത്തിന്റെ അടുക്ക വന്നു. ഗിബയോൻ കുളത്തിന്റെ അടുക്ക വന്നപ്പം ഈ നേതാക്കന്മാര്, പാനൽ രണ്ട് നേതാക്കന്മാരാ, യോവാബും അബ്നേരും, രണ്ട് പാനലിലെ നേതാക്കന്മാർ. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ടൈമുണ്ട്. ബാല്യക്കാർ നമ്മുടെ മുമ്പ് ഒന്ന് കളിക്കട്ടെ. വായിച്ചു. ഞാൻ ഈ പറയുന്നൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൻ്റെ 12 ഇവിടെ ഒരു കണ്ണികയുണ്ട്. ഇവിടെ വായിച്ചു. ഗിലെയാദിലെ യാബേശ് നിവാസികൾ ഇവിടെ ഈ കണ്ണിക. എന്നാൽ ശൗലിന്റെ സേനാപതിയാകുന്ന നേരിന്റെ മകൻ അബ്നേര് ശൗലിന്റെ മകനായ ഈശ്ബോശേത്തിനെ മഹനീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്തത് അവനെ ഗിലെയാദ്, അശൂരി, ഇസ്രായേൽ, എഫ്രൈം, ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലിയർക്കും രാജാവാക്കി. ശൗലിന്റെ മകനായ ഈശ്ബോശേത്ത് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അല്ല, നേരിന്റെ മകൻ അബ്നേര് അവര് ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നെന്ന് വാക്യമുണ്ടല്ലോ. അപ്പോൾ സെരൂയുടെ മകനായ യോവാബും, അതാ കണ്ണിക തുടങ്ങുന്നതല്ലേ? അല്ല, അതിന്റെ മേൽ പൂർണ്ണമുണ്ട്. ആയിക്കോട്ടെ, അല്പം എന്തെങ്കിലും വലിയ കുഴപ്പമില്ല. നേരിന്റെ മകൻ അബ്നേരും ഒരു ചാൺമടവൊന്നും മടവല്ല. ശൗലിന്റെ മകനായ ഈശ്ബോശേത്തിന്റെ ചേവകരും മഹനീമിൽ നിന്ന് ഗിബയോനിലേക്ക് വന്നു. അടുത്തത് അപ്പോൾ സെരൂയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അടുത്തത് അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റേവർ കുളത്തിന്റെ അപ്പുറത്തും. രണ്ട് പാനലാന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അവര് കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവര് കുളത്തിന്റെ അപ്പുറത്തും. അടുത്തത് അബ്നേർ യോവാബിനോട്, ഉടനെ അബ്നേര് യോവാബിനോട്, യോവാബ് ദാവീദിന്റെ പെങ്ങള് സെരൂയയുടെ മകനാ. അബ്നേര് ശൗലിന്റെ അപ്പനാകുന്ന കീഷിന്റെ സഹോദരൻ നേരിന്റെ മകനാ. പറഞ്ഞേ. ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് കളിക്കട്ടെ? സഭ കളിക്കാനുള്ള സ്ഥലമാണോ? മിക്ക സഭയിലും ചേട്ടനും അനിയനും ചേട്ടത്തി അനിയത്തിയും രണ്ട് വീട്ടുകാർ തമ്മിലുള്ള കളികളാ. മാങ്ങാണ്ടിയാന്നോ മൂത്തത്, മാങ്ങയാന്നോ മൂത്തത്. ഒരു കുടുംബക്കാർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലാ തുടങ്ങിയത്. അപ്പോൾ മറ്റേ കുടുംബക്കാർ തുടങ്ങിയത് അവിടെ ആണെങ്കിലും ചുമല് കൊടുത്തത് ഞങ്ങളാ. നിങ്ങൾക്ക് മനസ്സിലാകാതെയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ?
ബോൾത്തായാന്ന് ബോൾത്ത. രണ്ടു കൂട്ടരുടെ പ്രശ്നമാ. ബാല്യക്കാരന് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. വൈര് അങ്ങനെ ആകട്ടെ എന്ന് യോബാബും പറഞ്ഞു. യോബാബ് പറഞ്ഞു അങ്ങനെ ആട്ടെ, നമുക്ക് ടൈം ഉണ്ടല്ലോ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയം. എനിക്ക് പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം. പിണങ്ങിയാലും എനിക്കൊന്നുമില്ല, എനിക്കിതൊന്നും വിഷയമല്ല. അഭിപ്രായം എന്നതാണോ നിങ്ങൾ എന്നതാ എന്നെ പറ്റി ഇതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. പ്രസംഗം നല്ലതാണോ മോശമാണോ അത് ചെല്ലു പറഞ്ഞു കത്തിച്ചു, ഇതൊന്നും കേട്ടാൽ ഞാൻ ഇളകുകയല്ല. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടു വെച്ചിരിക്കുക. ചെല്ലു പുറത്തില്ല ഇന്ന് എന്തുമായിരുന്നു ഒക്കെ നമ്മൾ കണ്ടു വെച്ചിരിക്കുക. ഇവിടുത്തെ ഒരഭിപ്രായവും വേണ്ട. ചിലരങ്ങനെയും ചിലരിങ്ങനെയൊക്കെ. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാന്ന്. പിന്നെ അവിടെ ചെല്ലണം. ഇവിടുത്തെ ഒന്നും അല്ല വിഷയം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ മുമ്പാകെ കളിക്കട്ടെ. ടൈം ഉണ്ടല്ലോ, ടൈം. പിണങ്ങാതിരിക്കാമെങ്കിൽ പറയും. ഇപ്പം എല്ലാവർക്കും ഇഷ്ടം പോലെ ടൈമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മിക്ക സഭകളിലും ആഴ്ചയിൽ 3 യോഗമേ ഉള്ളൂ. 1 ഒരു സഭായകം, 2 ഒരു വീട്ടു പ്രാർത്ഥന, 3 ഒരു വെള്ളിയാഴ്ച. എല്ലായിടത്തും അല്ല എങ്കിലും മിക്കയിടത്തും. പിന്നെ പാസ്റ്റർമാർക്ക് ആണെങ്കിലും മിക്കവർക്കും ഇഷ്ടം പോലെ ടൈമുണ്ട് കളിക്കാൻ. ഒരു സഭായകം അത് ചിലയിടത്ത് 10 മുതൽ 1 മണി വരെ, ചിലയിടത്ത് 9:30 മുതൽ 12:30 വരെ. ആയിക്കോട്ടെ, എല്ലാം കൂടെ എത്രയാ ഒരു 3-4 മണിക്കൂറുണ്ടോ? 4 ഇരുന്നോട്ടെ, ഒരു ഉടക്കുണ്ടാക്കാതിരിക്കാൻ 4 ആയിക്കോട്ടെ. സഭായകം ഒരു 4 മണിക്കൂർ. ചിന്തിച്ചു. പിന്നെ വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന, അത് 10 തുടങ്ങിയാൽ 1 മണിയല്ലേ, 11, 12, 1 3 മണിക്കൂർ ഇല്ലയോ? ന്യായമായിട്ട് 3. അപ്പോൾ 4, 3, 7. പിന്നെ ഒരു വീട്ടു പ്രാർത്ഥന, അതും ഒരു 3 മണിക്കൂർ എന്നെടുത്തു. 3 ഇല്ല, ആട്ടെ. അല്ല, നമുക്ക് ഒരു കണക്ക് ഒപ്പിക്കാം. 10 എല്ലാം കൂടെ ഒരു 10. സഭായോഗം തന്നെ. സഭായോഗം മിക്കയിടത്തും ചടങ്ങുകളാണ്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഒന്നും വരികയല്ല. ശ്വാസം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു വല്യപ്പനും, ഒരു വശം പൊട്ടി ഒരു തമ്പേറ്, അത് കമത്തിയിട്ട് ചടി അധികം ഈ തള്ള ഇനി എന്നാ കത്താനാ? ഒന്നും കത്തേണ്ട കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. പിന്നെ കോട്ടേജ് മീറ്റിങ്ങിന് എല്ലാവരും വരികയും ചെയ്യും. ഒരുമാതിരിപ്പെട്ടവരെല്ലാം. വിളിപ്പച്ചാൻ എന്നെ കൈ കൊണ്ടൊക്കെ കാണിച്ചു, അതൊക്കെ ഞാൻ കണ്ടു. കോട്ടയം മീറ്റിങ്ങിന് എല്ലാവരും വരും. അത് ചോദിക്കുകയും ചെയ്യും, ആഴ്ച കോട്ടയം മീറ്റിംഗ് എവിടാ? അതെ, മലയിലെ തമ്പിയുടെ വീട്ടില്ല. ബ്രദർ കാണുമോ? ഞങ്ങളെല്ലാവരും കാണും. ആ യോഗം പ്രാർത്ഥിച്ച് നിർത്തിയാലും പോകുകയല്ല. പിന്നെ അവിടെ മുറ്റത്ത് ചവിട്ടി നിൽക്കുക. എന്നാന്ന് ചിലർക്ക് പിടികിട്ടി കാണും. ഈ 3 യോഗമാ മിക്ക ഇടങ്ങളിലും. പിന്നെ ഫ്രീ അല്ലേ, കളിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് പലർക്കും. എല്ലാവരെയും അല്ലേ ഈ പറയുന്നത്. അതുകൊണ്ട് എന്തെല്ലാം ബിസിനസ്സുകളാ, വണ്ടി കച്ചവടം, വസ്തു കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ബ്രോക്കർ പണി, ദല്ലാള് പണി, എന്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ സമയമല്ലേ. അതാ ബാല്യക്കാര് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. അങ്ങനെ കളിക്കാനായിട്ട് എണ്ണ മൊത്തം എഴുന്നേറ്റെന്നാ. ഇപ്പുറം ഒരു 12 പേര്, അപ്പുറം ഒരു 12 പേര് എണ്ണ മൊത്തം എഴുന്നേറ്റു. 12, 12, 24. അങ്ങനെ എണ്ണ മൊത്തം എഴുന്നേറ്റെന്നാ. വായിച്ച്. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിന്റെ മകനായ ഇശ്ബോശേത്തിന്റെ ഭാഗത്തു നിന്ന് 12 പേരും ദാവീദിന്റെ ചേവകരിൽ 12 പേരും എണ്ണ മൊത്തം എഴുന്നേറ്റു. പാനല ഇവിടെയും 12, അവിടെയും 12 പേരുടെ ഫോട്ടോ. അവരെ പറ്റി അഭിപ്രായമുണ്ട്. ഞാൻ 30 വർഷമായിട്ട് വേലയില്ല. ഉടനെ മറ്റേ പുള്ളി 45 വർഷമായിട്ട് ഞാൻ വേലയില്ല. ഉടനെ മറ്റേ പുള്ളിയുടെ എൻ്റെ ഗ്രാൻഡ് ഫാദറാണിത് തുടങ്ങിയത്. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ 500-ന്റെ മോട്ടറല്ലേ. ഇങ്ങനെയൊക്കെ ഏതാണ് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ കൊല്ലവും 21 ഇരിക്കാറുണ്ടെന്ന്. സമാധി ഇരിക്കുമ്പോൾ ഇരിക്കാം. സമാധി എന്ന് ഇപ്പം പറയാൻ നോക്കുകയല്ല. ഒരാളെ പറ്റി എല്ലാ വർഷവും 40 ഇരിക്കുമെന്ന്. എന്തിനാ 40 കുത്തിയിരിക്കുന്നേ? എന്നിട്ട് നീ ചിലരുമായിട്ട് രമ്യതപ്പെടുന്നില്ലല്ലോ, ഇണങ്ങുന്നില്ലല്ലോ, ഏറ്റു പറഞ്ഞ് കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തുന്നില്ലല്ലോ. എന്തിനിങ്ങനെ കഞ്ഞിയും വെള്ളം കുടിക്കാതെ 40 ഇരിക്കുന്നു നടന്ന്?
എണ്ണമൊത്ത് എഴുന്നേറ്റ് ഇവിടെ 12 അവിടെയും 12 ആ തമ്മിൽ അടുത്തു. സ്നേഹത്തിൽ അടുത്തതല്ല, കളിക്കാനാ. തമ്മിൽ അങ്ങോട്ട് അടുത്തു. അടുത്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തൻ താന്താന്റെ എതിരാളിയുടെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കിടത്തി എങ്ങനുണ്ട് ഒരുമിച്ച് വീണു. കളി തുടങ്ങിയതാ, ഇപ്പൊ അത് കാര്യമായി. ചെറിയൊരു കളി തുടങ്ങിയതാ. ആത്മീയ ലോകത്ത് ഇതല്ലേ നടക്കുന്നേ? ചെറിയ ഒരു കളിയിലാ തുടങ്ങുന്നത്, ഒടുവിൽ അത് കാര്യമായി. ഒരു കസേരയ്ക്ക് വേണ്ടിയാ, പക്ഷെ കാര്യമായി. 3 വർഷം 2 വർഷം അല്ലെ 5 വർഷം ഒരു കസേര കിട്ടണം. അതിന് എതിരാളികളുടെ മുടിക്കുത്തിന് പിടിക്കാം. മുടി പിടിച്ചാൽ വേദനയില്ലേ? അവനെ വേദനിപ്പിക്കുക. ഞാനൊരു കാര്യം, നിങ്ങൾ ഇണങ്ങിയാലും പിണങ്ങിയാലും മറ്റൊരുത്തനെ വേദനിപ്പിച്ച് നീ ഒരു കസേര നേടിയാൽ നിനക്ക് നിന്റെ സന്തതിക്കും ഗുണം വരികയല്ല. മൂന്നാല് ഭാഗം പിടിച്ച സഹോദരിമാര് പ്രൈസിലോട് പറയുന്നുണ്ട്. ആട്ടെ നിങ്ങളേലും പറയുന്നല്ലോ, അയ്യോ നിങ്ങളെ എൻ്റെ കേട്ടെ. നീയിപ്പോൾ ഇത് കേട്ടോണ്ട് ബാക്കിയുള്ളവരും പറയുമായിരിക്കും, എന്നാ ഞങ്ങളുടെ വകയോ ഒന്ന്. പണ്ടൊരാൾ പറഞ്ഞ ഭാസ്കരൻ്റെ വക ഒരു വടി. ക്ഷേത്രത്തിൽ വിളിച്ച് പറഞ്ഞതാ, ഭാസ്കരൻ്റെ വക ഒരു എന്ന് പറഞ്ഞ പോലെ ഇനിയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വക ഒരു. എണ്ണമൊത്ത് എഴുന്നേറ്റ് എതിരാളികളുടെ മുടിക്ക് പിടിക്കുക. എന്തിനാ? പാനൽ വിജയിപ്പിക്കാൻ. എന്റെ സഹപാഠന്മാരെ, ദൈവദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നിങ്ങളോടൊരു കാര്യം പറയാം. ഒരുത്തനെ വേദനിപ്പിച്ച്, ഒരുത്തനെ ചതിച്ച്, ഒരുത്തനെ വഞ്ചിച്ച്, ഒരുത്തന്റെ കാലുവാരി, ഒരുത്തന്റെ കുതികാല് പറ്റി നീ എന്തെങ്കിലും നേടിയെടുത്താൽ ശുഭമാകത്തില്ല. നിന്റെ കൈ വെടിപ്പായിരിക്കണം. ദൈവത്തിനും മഹത്വം. വ്യാജമുള്ള അധരം, വഞ്ചനയുള്ള നാവ് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് വസിക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വെക്കരുത്. നീ കള്ളസത്യം ചെയ്യരുത്. ദാവീദൊക്കെ പ്രാർത്ഥിച്ചത് പോഷ് എന്നിൽ നിന്ന് അകറ്റണേന്ന്. ദൈവത്തിന് മഹത്വം. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ യോജിക്കുമോ? സ്വോത്രകാഴ്ച എപ്പോഴാണ് എടുക്കേണ്ട പറയണേ? വാച്ചൊന്ന് കാണിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളാകട്ടെ, ഞാനാകട്ടെ, നമ്മൾ ആരുമാകട്ടെ, സൂത്രത്തിലൊന്നും നേടരുത്. നിലനിൽക്കത്തില്ല. അന്യായമായി സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയാണ്. പാടാൻ വയ്യ എന്നാണ്. ജെയ്സനും ഇല്ല. ജെയ്സൺ ഉണ്ടായിരുന്ന ഹാർമോണിയത്തിൻ്റെ ശ്രുതിയില്ലെങ്കിലും ഞാൻ ശ്രുതി ജെയ്സൺ ഇന്ന് വേറൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കാരണം ഈ പാവത്താൻ എൻ്റെ കൂടെ വന്നാൽ ഈ വരുന്നവരാരും ഒന്നും കൊടുക്കത്തൊന്നുമില്ല. പിന്നെ എനിക്ക് കിട്ടുന്നതിന്നാ ഞാൻ അങ്ങനെ കൊടുക്കണേ. വളച്ചൊല്ലക്കരുത്. എനിക്ക് തന്നില്ല, അതുങ്ങൾക്കെല്ലാം കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞാൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ താനിടാത്ത മുട്ടമേൽ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷി അതാ. സാറ് കൊടുത്തൊരു വരിയുണ്ട്. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ. ചേർത്തു കൂട്ടിക്കിട്ട ധനങ്ങളിൽ മേൽ ഒരുന്നിരുന്ന യവവി. ചേർത്തു കൂട്ടിക്കിട്ട ധനങ്ങളിൽ മേൽ ഒരുന്നിരുന്ന യവവി. ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളായി പുറപ്പെടുന്നാർത്തനെ. എന്നവിടെ വന്നു ചേര് ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടുവാൻ ചതിരുവാൻ. എന്നവിടെ വന്നു ചേര് ഞാൻ മമ
കാന്താന്തിനെ വന്നു കണ്ടു വാഞ്ചതേടുവാൻ. അപ്പൊ ശ്രദ്ധിക്കുക, അന്യായമായിട്ടൊന്നും നമ്മുടെ കൂടാരത്തിൽ കാണരുത്. ഈ ചില ദൈവദാസന്മാരെ പറ്റി പറയാറുണ്ടോ, പുള്ളി ഇത്രയും വർഷമായി, പക്ഷേ പുള്ളിക്ക് വലിയ വീടും വെച്ചില്ല, വലിയ വണ്ടിയില്ല, വലിയ ചുറ്റുപാടൊന്നും ഇല്ല. ഓ, കഴിവില്ലാത്തവൻ. അയാൾക്ക് മോട്ടിക്കാൻ കഴിവില്ലാതാ. അയാൾക്ക് മോട്ടിക്കാനും കഴിവില്ല, വേറെ തന്നെ കമത്തി അടിക്കാനും. അതാ, നിങ്ങൾ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. നമ്മൾ അങ്ങനെയൊക്കെയാ വിലയിരുത്തുന്നത്. യോ സൂത്രം പറഞ്ഞും ചതിച്ചും വഞ്ചിച്ചും കബളിപ്പിച്ചും കാലുമാരിയും എത്രയെത്ര കേസുകൾ. എനിക്ക് ചിലതറിയാം, അത് കൂടുതൽ നിങ്ങൾക്കും അറിയാം. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതല്ല. ലോകക്കാർ നോക്കുമ്പോൾ, കുടുംബക്കാർ നോക്കുമ്പോൾ, ചാർച്ചക്കാർ നോക്കുമ്പോൾ അവർ പറയും പൊട്ടന, കഴിവില്ല, മണ്ടന. പക്ഷെ സ്വർഗം നിന്നെ ഒന്ന് നോക്കും. ഞാൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാ. നമ്മൾ ചിലരെയൊക്കെ വേറെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്, കാണുന്നത്. സാധുക്കളായ ചില ദൈവദാസന്മാരെ തന്നെ ചിലർ കാണുന്നതേ കഴിവില്ല, മിടുക്കില്ല. അവർ മിക്കവരും പരമാർത്ഥികളാണ്. അവരുടെ ഹൃദയം നല്ലതാണ്. ഒരു തർക്കവും ഇല്ല. ഒരിക്കലെ യാത്ര പോയപ്പം ഒരു സഹോദരി വണ്ടിക്കകത്തിട്ട് ഞാൻ പറഞ്ഞു, ഒരു ദൈവദാസനല്ലേ പോകുന്നത്. ഓ, അയാളിങ്ങനെ തെണ്ടി നടക്കുന്നവനാണ്. എൻ്റെ കേൾക്കുക, ഞാനും ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഇവർ നല്ല വിലയുള്ള വണ്ടിയിൽ പാസ്റ്ററും അയാളുടെ ഭാര്യ വെമ്പിളയും ശിങ്കിടികളും ഞാനും ഉണ്ട്. കാരണം എനിക്കും ആ സ്ഥലത്തോട്ടാണ് പോകണ്ടേ. അപ്പം അവരുടെ കൂടെ ഒന്ന് ലിഫ്റ്റ് ഒരു ഇംഗ്ലീഷിലിരിക്കട്ടെ, എന്നെയും കൂടെ കൊണ്ടുപോയി. അപ്പം ആ വണ്ടി അങ്ങോട്ട് പോയപ്പോഴാ ഒരു സാധുവായ ദൈവദാസൻ സഞ്ചിയൊക്കെ തൂക്കി മുണ്ടുമൊക്കെ ഇവിടുത്തെ റോഡ് സൈഡ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഒരു ദൈവദാസനല്ലേ എന്ന് പറഞ്ഞു. അന്നേരം ഈ സഹോദരി പറയും, അയാളിങ്ങനെ തെണ്ടി നടക്കുന്നവനാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഞാനതിന് മറുപടി പറഞ്ഞു, വണ്ടി അവരുടേതൊക്കെ എന്നെ കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും കാര്യം പറയും. ഞാൻ പറഞ്ഞു, അയാളും തെണ്ടിയാ നമ്മളും തെണ്ടിയ. അയാൾ റോഡേ നടന്ന് നിന്നിട്ടെന്ന് നമ്മൾ വണ്ടിയെ പോയി. എന്താ വ്യത്യാസം തന്നെ? അയാൾ സഞ്ചിയും തൂക്കിക്കൊണ്ട് തെണ്ടുന്നു, നമ്മൾ നല്ല സൂട്ട് കേസും തൂക്കിക്കൊണ്ട് പോയി തെണ്ടുന്നു. അയാൾ ഇതിലെല്ലാം തെണ്ടി കിടക്കുന്നു, നമ്മൾ അമേരിക്കയിലും ഗൾഫിലും പോയി. വ്യത്യാസം എന്നാ? അയാൾ സൈക്കിളെ നടന്ന് തെണ്ടുന്നു, നമ്മൾ പ്ലെയിനെ പോയി തെണ്ടുന്നു. എന്നെ വ്യത്യാസം എന്നാ? അയാളുടെ ഭാര്യയും തെണ്ടി, നമ്മുടെ ഭാര്യ. അയാൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തെണ്ടി, നമ്മൾ സ്റ്റാൻഡേർഡുള്ള എല്ലാം തെണ്ടിയാന്ന് പറഞ്ഞു. എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇപ്പം പറയണം. എന്താ വ്യത്യാസം തന്നെ? അയാൾ മുണ്ടും ഒരു പഴയ ഷർട്ടും ഒക്കെ ഇട്ട് അയാൾ തെണ്ടുന്നത്, നമ്മൾ ടൈ കെട്ടിക്കോഴി പോയി തെണ്ടുന്നത്. അയാൾക്ക് ടൈ കെട്ടാൻ അറിയാമായിരുന്നെങ്കിൽ അയാളും ടൈ കെട്ടിയതിലെ കൂടെ തെണ്ടിയാണ്. നമുക്ക് ടൈ കെട്ടാൻ അറിയാവുന്നതുകൊണ്ട് കുരുക്കിട്ടയച്ച് നമ്മൾ പോയി. എന്താ വ്യത്യാസം തന്നെ? മറ്റുള്ളവനെ താഴ്ത്തരുത് കേട്ടോ. ഒരു ഭിക്ഷക്കാരൻ വന്നാലും അവന് വ്യക്തിത്വം ഉണ്ടെന്ന് ഓർത്തോണം. ഭിക്ഷ എടുക്കുന്നത് മാന്യതയാ. ചോദിച്ചല്ലേ മേടിക്കുന്നത്, തരണേന്നല്ലേ. അടിച്ചു മാറ്റുകയാണ്. കുംഭകോണം നടത്തുന്നവനേക്കാളും അന്തസ്സാ ഭിക്ഷക്കാരൻ. കുംഭകോണം നടത്തുന്നത് നമ്മുടെ സ്റ്റേജിൽ വന്നാൽ നമ്മൾ പറയും ആദരണീയനായ ബഹുമാന്യനായ. അടിച്ചു മാറ്റിയവനെ പറ്റി പറയുക. എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ അന്തസ്സുണ്ട് ഭിക്ഷ എടുക്കുന്നവൻ. അവൻ തട്ടിപ്പറിക്കല്ലേ, ചോദിച്ചാ മേടിക്കുന്നത്. നമ്മുടെ ഇടയിൽ പെന്തിക്കോസ് കണ്ടിട്ട് നമ്മൾ ചോദിക്കല്ലേ, ആ സഹോദരിക്ക് തന്നെ അല്ലെ അടുക്കള പണിക്കാരിയാ. എന്താ അന്തസ്സാ? പല വീട്ടിൽ പോയി ജോലി ചെയ്തേച്ചല്ലേ. നീ നിന്റെ വീട്ടിൽ പോലും ഒരു ജോലി ചെയ്യുന്നില്ലേ, കസാര നിറച്ച് ഇങ്ങനെ വാർതാനിരിക്കും പോലെ ഇരിക്കുകയല്ലേ. നിന്നിലും എന്താ അന്തസ്സാ?
ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ഞാൻ ഇത് പറഞ്ഞാൽ നമ്മുടെ പെന്തിക്കോസുകാർക്ക് ഇഷ്ടമല്ല. ഞാൻ TPM കൺവെൻഷന് പോയി, മദ്രാസിലെ ഇരമ്പല്ലൂർ ഞാൻ പോയി. ഈ വല്ലവരും പറയുന്നത് കേട്ടോണ്ട് പറയാനും നോക്കത്തില്ല, കാണുകയും അറിയുകയും ചെയ്യണം എന്ന് വെച്ചാൽ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരാൾ, ഈ ബാത്റൂമുകൾ ധാരാളമുണ്ട്, അപ്പോൾ അത് ഒരാൾ കഴുകുക. അപ്പോൾ എന്നെ ഒരു കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ച് വെച്ച് പറഞ്ഞു, അദ്ദേഹത്തെ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു വലിയ പോലീസ് ഓഫീസറാണ്. ബാത്റൂം കഴുകുക. അവിടെ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരികയല്ലേ, ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പം ഡ്യൂട്ടി ഇടുമ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ആ ഡ്യൂട്ടി തന്നാൽ മതിയെന്ന്. നമ്മുടെ വീട്ടിലത് പോലും ചിലർ ചില വീട്ടിൽ ചെല്ലണം. എൻ്റെ ദൈവമേ, സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, കയറിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അനക്കം ഇല്ല, എന്നോട് കഥകെ വന്നു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഞാനെല്ലാം കഴുകുക. ആണ് എനിക്ക് വന്ന് ഇരിക്കണ്ടായോ? എനിക്ക് വന്ന് ഇരിക്കണ്ടേ? നടന്ന കാര്യമാണ് പറഞ്ഞത്. ഈ മഞ്ഞ കളറിൽ അവിടെ എല്ലാം പിടിച്ച് മുഖം ചുളിക്കുന്നതിനെ കഴുകിയായി പറഞ്ഞത്. ഉടുത്തൊക്കെ അങ്ങോട്ട് ഒരുങ്ങി പോകുന്ന കണ്ടാൽ എന്ത് പിള്ളേരെല്ലാം പറഞ്ഞൊരു സഹോദരിയുടെ പേരുണ്ടല്ലോ, എന്നാ പേര് മറന്നുപോയി, പേര് പോട്ടെ, ഐശ്വര്യ റാണി എന്തുവാ, എന്തേലും പാട്ടെ. ആ പോക്കൊക്കെ കണ്ടാൽ മിസ് കേരളയാന്ന് പറയും. വീട്ടുകാർ വന്ന് ചോദിച്ചു, പാസ്റ്റർ അവരോടത്തിനും തലകറക്കം വല്ലതും വന്നതിനകത്ത്. ഞാൻ പറഞ്ഞ് കറക്കമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിരുന്നേ കറങ്ങിയേനും ഒക്കെ പരുവത്തിന്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ മനുഷ്യൻ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ചില പറ്റി പറയത്തില്ലോ, മുനിസിപ്പാലിറ്റി തൂപ്പ, അന്തസ്സുള്ള ജോലിയാ. അന്തസ്സുണ്ട്, മോട്ടിക്കുന്നില്ലല്ലോ, ചതിക്കുന്നില്ലല്ലോ, വഞ്ചിക്കുന്നില്ലല്ലോ, സൂത്രം പറയുന്നില്ലല്ലോ, ജോലി ചെയ്യല്ലേ. വിശേഷിച്ച് രാവിലെയൊക്കെ തല കെട്ടി മഞ്ഞുള്ള സമയമല്ലേ, അവരതെല്ലാം വൃത്തിയാക്കുക. അവർ വൃത്തിയാക്കുന്നിടത്താണ് നീ കാറെ ചെന്ന് തുപ്പിയച്ച് പോകുന്നത് ഇല്ലേ. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. മറ്റുള്ളവരെ ആ നിലയിലൊക്കെ കാണണേ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. എണ്ണമെടുത്തെഴുന്നേറ്റ് കളിക്കാനെഴുന്നേറ്റു. ഇവിടെയും 12, അവിടെയും 12. രണ്ട് കൂട്ടരും കൂടെ നേർക്കുന്നതിന് അടുത്ത് മുടിക്ക് കയറി പിടിച്ചു. മുടി പിടിച്ച വേദനിപ്പിക്കുക മാത്രമാണോ? 1000 വിലാപ്പുറത്ത് കുത്തിക്കയറ്റി 24 ഒരുപോലെ പട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ചെറിയ കളി തുടങ്ങിയതാണ്. 24 പെട്ടെന്ന് വായിച്ചങ്ങ് വിടും. പക്ഷേ ശരിക്കും ചിന്തിച്ചാൽ 24 കുടുംബത്തിനകത്ത് തകർച്ച, മനോദുഃഖം. 2 പേര് തമ്മിൽ തുടങ്ങിയ കളിയാ. അബ്നേരും യോവാബും തമ്മിലുള്ള കളിയാ. പക്ഷെ എത്ര കുടുംബമായി ഇപ്പൊ കിടന്ന് വിലപിക്കുന്നേ. നീ സഭയ്ക്കകത്ത് കളിക്കരുത്. 2 കുടുംബക്കാർ തമ്മിലായിരിക്കും പ്രശ്നം, 2 വ്യക്തികൾ തമ്മിലാ പ്രശ്നം. അത് പലർക്കും ദുഃഖമുളവാക്കും. ഈ 24 പേര് പട്ടുപോയപ്പോൾ കളി നിർത്തണ്ടേ? കളി നിർത്തണം. അയ്യോ നമുക്ക് തെറ്റുപറ്റി, കുഴപ്പമാ, കളി നിർത്തിയില്ല. പിന്നെയും വാശി. ആ വാശി അങ്ങോട്ട് രൂക്ഷമായിട്ട് അസാഗേല് അബ്നേരിന്റെ നേരെ ചെല്ലുക. പിന്തുടർന്നെന്നാ അവിടെ സ്റ്റോപ്പ് ചെയ്യണ്ടേ? അസാഗേല് ദാവീദിന്റെ പെങ്ങള് സരൂയയുടെ മകനാ. കാട്ടുകലയെ പോലെ ശീഘ്രഗാമി മിടുക്കനാ. അവനുടനെ ആയുധമായിട്ട് അബ്നേരിന്റെ പുറകെ ചെന്നു. നേരിന്റെ മകൻ അബ്നേരാരാ? വീരനും മഹാനുമാ. അതുകൊണ്ടല്ലേ അബ്നേര് പട്ടുപോയപ്പോൾ ദാവീദ് പറഞ്ഞു, ഇന്ന് ഇസ്രയേലിൽ ഒരു വീരനും മഹാനും. 3:38 ഒന്ന് വായിച്ചേ. ശാമുവേലിന്റെ 2-ാം പുസ്തകം 3:38 ഒന്ന് വായിച്ചേ. അതാന്ന് തോന്നുന്നു, പെട്ടെന്ന് വായിച്ചേ. രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഇന്ന് ഇസ്രയേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. അവൻ പ്രഭുവും മഹാനുമായവനാ.
അസാഗേൽ അവന്റെ പുറകെ ഓടിച്ചു. അസാഗേൽ ചെന്നപ്പം അബ്നേര് പറഞ്ഞേട്ടാ പോ കളി നിർത്തി പോ. ഞാൻ നിർത്തി, പോകുകയല്ല. അപ്പം പോ, ഞാൻ നിന്നെ വല്ലതും ചെയ്താൽ പിന്നെ യോവാബിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരും, പോ, നിർത്തുകയല്ല. ചുരുക്കി പറഞ്ഞാൽ അവസാനം അബ്നേര് അവൻ തീർന്നു. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ പോയ ആ വിഷയത്തിൽ പോകും, എടുത്ത വിഷയത്തിൽ വരാം. അങ്ങനെയുള്ള ഈ അസാഗേലിനെ എടുത്തവരടക്കി ബേത്ലഹേമിൽ. അത് പറയാനാ എത്ര പറഞ്ഞു. ആ വാക്യം വായതിന് 2-ാം അധ്യായത്തിലല്ലയോ വായിച്ചത്? 40 അല്ലേ? ഷൗമേലിന്റെ 2-ാം പുസ്തകം ഇവിടെ അല്ലേ? ഇവിടെ ഉണ്ട്. അസാഗേലിനെ ബേത്ലഹേമിൽ അടക്കിയെന്ന്. അസാഹേലിനെ അവരെടുത്ത് ബേത്ലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. അസാഗേലിനെ അവരെടുത്ത് ബേത്ലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്ന് പറഞ്ഞാൽ ബേത്ലഹേമിന്റെ വേറൊരു കുഴപ്പടി, ഒത്തിരി പേരെ അടക്കിയ സ്ഥലമാണ്. ചവോടൊക്കെ നടത്തിയ സ്ഥലമാണ് ബേത്ലഹേം. ദൈവത്തിന് മഹത്വം. റാഹേല് മരിച്ചപ്പോഴും അവിടെ തന്നെ പുറത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പം സ്തോത്രം വഴിയരികെ വെച്ച് മരിച്ചെന്ന വായിച്ച് 35-ാം അധ്യായത്തിന്റെ 16, 17, 18 വായി ഉൽപ്പത്തി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണികൾ അവളോട് ഇത് ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞ അടുത്ത വാക്യം. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയത്ത് അവൾ അവനെ ബെനോനി എന്ന് പേരിട്ടു, അവന്റെ അപ്പൻ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. അടുത്ത വാക്യം. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്ത് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അത് റാഹേലിന്റെ കല്ലറ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. സ്തോത്രം. അപ്പൊ അസാഗേലിനെ അടക്കിയ സ്ഥലം ആ ബേത്ലഹേം. റാഹേലിനെയും ആ ഏരിയ തന്നെ അടക്കി. വേറൊരുത്തനെയും കൂടെ കൊണ്ട് അടക്കി. അവന്റെ പേര് എന്തുവാ? ഇബ്സാൻ. അവന് ന്യായാധിപനാ. ന്യായാധിപന്മാരുടെ പുസ്തകം 12:10 വായിച്ചേ. 12:10 ഒന്ന് വായിച്ചു. ന്യായാധിപന്മാർ 12:10. പിന്നെ ഇബ്സാൻ മരിച്ചു. അതിന്റെ ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ചേ. ഇവിടെ ഒരു കണ്ണിക ഉണ്ടല്ലോ ഇബ്സാന്റെ കാര്യം. അവന്റെ ശേഷം ബേത്ലഹേമിനായ ഇബ്സാൻ ഇസ്രായേലിന്റെ ന്യായാധിപനായ. അടുത്ത വാക്യം. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. പിന്നെ അവൻ 30 പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തന്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും. പുള്ളിയുടെ ശുശ്രൂഷ ഒറ്റ ശുശ്രൂഷയുള്ളൂ, വിവാഹ ശുശ്രൂഷ. വേറെ ഒരു ശുശ്രൂഷയ്ക്കും പുള്ളി പോകുന്നുമില്ല. അവൻ ഇസ്രായേൽ 7 സംവത്സരം ന്യായാധിപൻ. കല്യാണം കാരണം 30 ആമ്പിള്ളേര് 30 നല്ല ശുശ്രൂഷ. നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട. ഇങ്ങനെയുള്ള ഇബ്സാനെ ഇവന് ബേത്ലഹേമിനെ അവൻ മരിച്ചു. ഇനി അടുത്ത വാക്യം. പിന്നെ ഇബ്സാൻ മരിച്ചു, ബേത്ലഹേമിൽ അവനെ അടക്കം ചെയ്തു. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. യേശു ബേത്ലഹേമിൽ ജനിക്കാനുള്ളതിന്റെ കാരണങ്ങൾ 1-2 കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അവൻ കണ്ണുനീരും ദുഃഖവും മുറവിളിയും നടന്ന സ്ഥലമാ ബേത്ലഹേം. അതുകൊണ്ടാ യേശു ജനിച്ചത്. നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരും ദുഃഖവും മുറവിളിയും മാറ്റുവാനാണ് യേശു ക്രിസ്തുവിന്റെ തിരുജനനം. ബേത്ലഹേമിന്റെ 2ാമത്തെ ഒരു വിശേഷത, ഇബ്സാനെ അടക്കിയത് അവിടെ, റാഹേലിനെ അടക്കിയത് ആ ഏരിയയില, അസാഗേലിനെ അടക്കിയതും എന്ന് പറഞ്ഞാൽ അനേക ശവോടൊക്കെ നടത്തിയ ശവസംസ്കാര ശുശ്രൂഷ, എന്റെ ഭാഷ നടത്തിയ ഇടമാ ബേത്ലഹേം. എന്നാൽ അവിടെ ഒരുവൻ പൂജാതനായി. എന്തിനാണെന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. ഇന്ന് രാത്രി ആ കർത്താവിന്റെ തിരുജനനവും അവിടുത്തെ വരവോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാനിനി ആ ഭാഗം ഒന്നും പറയുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിലങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇടയ്ക്കത്തെ ഭാഗം പറഞ്ഞ അങ്ങനെയൊക്കെ പോകും. മത്തായി 28:18 വായിച്ചത്. യേശു അടുത്ത് എന്ന് സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ് സകലത്തിന്റെ അധികാരി, സർവത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ദൈവത്തിന് മഹത്വം. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക്
നൽകപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ആ സകലത്തിന്റെ അധികാരി. ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന ഇതിനു മുമ്പ് യേശു ചെയ്തിട്ടില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, മത്തായി 5:6-7 ഗിരിപ്രഭാഷണം, പർവ്വത പ്രസംഗം. ഈ പർവ്വത പ്രസംഗത്തിലെങ്കിലും ഇതുപോലൊരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. ഈ പരസ്യ പ്രസ്താവന ഏതാ? സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു പരസ്യമായി പ്രസ്താവിക്കുന്നത് ഇങ്ങനെ: മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. അരിമ ശിഷ്യന്മാർക്കെല്ലാം യേശു പ്രത്യക്ഷനായി. ആദ്യം മറിയയ്ക്ക്, കേബാവിന്, 12 എമ്മവസി പോയവർക്ക് കടക്കരെ വെച്ച്, ബഥാനിയിൽ വെച്ച് മുറികടച്ചിട്ടപ്പോൾ തോമാസ് ഉള്ളപ്പോൾ ഇങ്ങനെ പലർക്കും 500-ലധികം പേർക്ക് ഒരുമിച്ച് എല്ലാവർക്കും പ്രത്യക്ഷനായി. ഒടുവിൽ തന്റെ ശിഷ്യവൃന്ദങ്ങളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുക്കുകയാ. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് അന്ത്യകൽപ്പന കൊടുത്തവരെ നോക്കി നിൽക്കുമ്പോഴായി യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞ കാര്യമാ മത്തായി 28:18. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന എന്നെയും നിന്നെയും രക്ഷിച്ച യേശുവിനാണ് സർവ്വത്തിന്റെ മേലും അധികാരം. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവമക്കളോട് പറയാ: അതുകൊണ്ട് കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ നിനക്കൊന്നും വരികയില്ല. നിന്റെ യേശു അനുവദിക്കാതെ, യേശു അറിയാതെ, യേശു സമ്മതിക്കാതെ നിനക്കൊരു കുഴപ്പവും വരികയില്ല. ദൈവത്തിന് മഹത്വം. കാരണം സർവ്വത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ചില ദൈവമക്കൾ ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ചോദിക്കാറുണ്ട്: കർത്താവേ, നീ ഇതൊന്നും അറിയുന്നില്ലയോ? ചെല്ലി ചോദിക്കും, നീ ഇതൊന്നും കാണുന്നില്ലയോ? സ്തോത്രം. ഇതൊക്കെ കണ്ടിട്ടേ ആസാബിനും അങ്ങനെയൊക്കെ തോന്നി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ. അവർക്ക് വേദന ഒട്ടുമില്ല. പുള്ളി പാടും തോറും വേദനയാ. അവരുടെ ദേഹം എല്ലാം തടിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു മർത്തിനെ പോലെ അവർ ബാധിക്കപ്പെടുന്നില്ല. ഞാനോ ഉഷസ് തോറും. സ്തോത്രം. ഇതെല്ലാം ചിന്തിച്ച് പാടിയാച്ചാ ഇതെല്ലാം ചിന്തിക്കുന്നേ. എടുക്കാം. ദൈവത്തിന് മഹത്വം. പുള്ളി ഇതെല്ലാം ചിന്തിച്ച് അബദ്ധം കയറി. ഒടുവിൽ അബദ്ധം പറഞ്ഞു. കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈ കഴുകിയത് വ്യർത്ഥമാ. പുള്ളി അബദ്ധം പറഞ്ഞെങ്കിലും തിരിച്ച് പാട്ടിൻ്റെ ടൈമായപ്പോൾ തിരിച്ചു വന്നു. റിട്ടേൺ. പുള്ളി ഇത് അബദ്ധം ചിന്തിച്ച് പുള്ളി തിരിച്ചു വന്ന് ചോദിച്ചു: കർത്താവേ, അവരുടെ അന്തം എന്ത്? ഒടുവിൽ ദൈവാലയത്തിൽ വന്നെന്നാ അവരുടെ അന്തം. അപ്പോൾ കർത്താവ് പറഞ്ഞു: എടാ, നിശ്ചയമായിട്ട് ഞാൻ അവരെ വഴിവഴിപ്പ് നിർത്തിയിരിക്കുക. സ്തോത്രം. പുള്ളി ഉടനെ ബലപ്പെട്ടു. ഉടനെ പുള്ളി പ്ലേറ്റ് തിരിച്ചു: എങ്കിലും നീ എൻ്റെ വലം കൈക്ക് പിടിക്കും, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ. അങ്ങനെയും ബലപ്പെട്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പൊ ഒരു കാര്യം പറയാ, പല ദൈവമക്കളും ചോദിക്കാറുണ്ട്: അയ്യോ, ദൈവം ഇത് കാണുന്നില്ലയോ? ദൈവം അറിയുന്നില്ലയോ? എന്നെ ഉപേക്ഷിച്ചോ? ഇതൊന്നും ഇല്ല. കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞോണ്ടാ. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കർത്താവ് അറിഞ്ഞ. ഇനി നാളെ എന്തെങ്കിലും സംഭവിപ്പാനുണ്ടെങ്കിൽ അത് നിന്റെ ദൈവം അറിഞ്ഞ. ഒറ്റ വാക്ക് പറഞ്ഞേച്ച് സ്വോത്രകാഴ്ച എടുക്കുക: ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ, കർത്താവ് അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ദൈവത്തിന് മഹത്വം സകലത്തിന്റെയും. അതിനെ 1-2 കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കാം, വേഗത്തിൽ പറയുകയും ചെയ്യാം. ഇപ്പോൾ ഗായക സംഘം മുമ്പോട്ട് വന്ന പാട്ട്: സ്നേഹക്കൊടിയനിക്കു മീതെ വിരിച്ചു പ്രിയൻ, സ്നേഹക്കൊടിയനിക്കു മീതെ വിരിച്ചു പ്രിയൻ, ഞാനും സുഖേനെ വാഴുവാൻ പരമേശ, ഞാനും സുഖേനെ വാഴുവാൻ പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. ഓർക്കുന്നു നിന്റെ പാലനം പരമേശ, ഓർക്കുന്നു നിന്റെ പാലനം പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക്. ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങൾ എന്നുടെ, ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങൾ എന്നുടെ
അന്തികം രമ്യമാക്കുന്നു പരമേശ, അന്തികം രമ്യമാക്കുന്നു പരമേശ. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. കേട്ടകറ്റുന്ന മമ നീടാർന്ന നായക, കേട്ടകറ്റുന്ന മമ നീടാർന്ന നായക, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും നമ്മുടെ കർത്താവിനാ. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ നിനക്കൊന്നും വരികയില്ല. ഒന്നുകൂടെ ആവർത്തിക്കുക, ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നിന്റെ കർത്താവ് അറിഞ്ഞുകൊണ്ടാ. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും കർത്താവ് അറിഞ്ഞുകൊണ്ടാ. ഇനി എന്തെങ്കിലും സംഭവിപ്പാനുണ്ടെങ്കിലും അതും കർത്താവ് അറിഞ്ഞിട്ടാ. കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ എനിക്ക് നിങ്ങൾക്ക് ഒന്നും വരികയില്ല. കാരണം സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ഈ കാണുന്ന സകല ജരാചരങ്ങളെ അണ്ടകടാകത്തേക്ക് ഒറ്റ വാക്ക് കൊണ്ടല്ലേ നിർമ്മിച്ചേ? അധികാരിയാ. ഉണ്ടാകട്ടെ, അന്നേരം ഉണ്ടാകുക. ഇവിടെ വന്ന സകല ആൾക്കാർ ഉണ്ടായതെല്ലാം നശിപ്പിച്ചേച്ച് പോയവരാ. അതെ, മുഴുവൻ കുട്ടിച്ചോറാക്കിയേച്ച് കർത്താവ് ഒറ്റ വാക്കുകൊണ്ടെല്ലാം സൃഷ്ടിച്ചു. അവിടുന്ന് പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാ. കാറ്റിനോടും അടങ്ങാൻ പറ, അന്നേരം അടങ്ങി. രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവ. നിന്റെ രോഗബന്ധനം അടിച്ചെന്ന അന്നേരം കൂനിയിരുന്നത് അല്ല, ജമ്മീൻ പോലുന്നത് അല്ല, അല്ല അമ്പിപടി പോലെ അധികാരമാണ്. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാപ്തമാരുടെ കയ്യിൽ അങ്ങനെ തള്ളയെ കിട്ടിയിരുന്നെങ്കിൽ തള്ള ഉരിഞ്ഞും പൊങ്ങിയും തങ്ങളുടെ ഊപ്പാട് വരും. ചെന്ന് സിസ്റ്റർക്ക് എന്തോ സംഭവിച്ചു, അല്ല ഞാൻ കുനിയിരിക്കാറുണ്ട്, കുനിഞ്ഞാണ്ട് പറഞ്ഞാട്ട് തള്ളയെ പിന്നെ ഹൈസ്കൂളുകാരെടുക്കും. കാരണം ഡ്രില്ല് സാറാക്കി. യേശു ആരെയും വീണ്ടും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിപ്പിച്ചില്ല. പണ്ടൊരാൾ സൗഖ്യമായിട്ട് കമോൺ പറഞ്ഞ് ഇങ്ങനെ വന്നു. എവിടാണെന്നൊന്നും ചോദിക്കരുത്, കമോൺ. പിന്നെ വന്നു അവസാനം പൊത്തോന്ന് കുഴിയിലോട്ട് വീണു. സ്റ്റേജിൻ്റെ അപ്പുറം കുഴിയാ, സ്റ്റേജ് പൊക്കത്ത് കെട്ടി. അയാൾ വീണ് പോട്ടെ. യോഗം അതോടെ ഉഴപ്പി. യേശു ആരെ ഇങ്ങനെട്ട് തുള്ളിപ്പിച്ചില്ല. പക്ഷെ അധികാരം ആ രോഗത്തിൻ്റെ മേൽ. പ്രൈസ് ദി ലോർഡ്. പ്രകൃതിയുടെ മേൽ അധികാരം, രോഗത്തിന്റെ മേൽ അധികാരം, ഭൂതങ്ങളുടെ മേലും അധികാരമാണ്. സ്തോത്രം. വിട്ടുപോകാൻ പറ, അന്നേരം പോവുക. നമ്മളാന്ന് എന്തെല്ലാം ചോദ്യം ആ വ്യാജിനോട് ചോദിക്കുന്നത്, പേരെന്നാ, എവിടുന്നാ വരുന്നത്, കല്യാണം ആലോചിക്കാൻ പോവാന്ന് വ്യാജിനോട്. എത്ര പേരുണ്ട്, നിങ്ങൾ എത്ര? ഒരാൾ പറഞ്ഞു ഞങ്ങൾ വണ്ടിയിലാ വന്നെന്ന്. ചിലക്ക് വല്ലാത്ത ദീനമുണ്ട്. ആരാ ചെയ്തത്? കുരുക്കൊപ്പിക്കാൻ. എടാ പിശാജ് പോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണ്. നീ അവനോടാണ് അഡ്രസ്സ് തപ്പുന്നേ. യേശു ചില ആത്മാവിനോട് പറഞ്ഞു മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. എന്താണ്? നമ്മൾ അവരെ ഇട്ട് തുള്ളിപ്പിച്ച് എന്തെല്ലാം പറഞ്ഞു. അവസാനം പോകുന്നില്ലെന്ന് കാണുമ്പം നടത്തിപ്പുകാർ പറയും പാട്ട് പാടി. ഉടനെ നമുക്കൊരു പാട്ടുണ്ട്, രക്തം കൊണ്ട്, കണ്ണു തുറന്നുകൊണ്ടാണ് പാടുന്നത്, രക്തം കൊണ്ടു മുദ്ര. അവൻ നോക്കി. അന്നേരം അവനെ ഇളക് കാണുവാണ് നമ്മൾ പുറകോട്ട്, രക്തം കൊണ്ടു മുദ്ര. എന്തെല്ലാം കോക്കാൻ പിടിച്ചുകളാ. യേശു പറഞ്ഞു വിട്ടുപോകാൻ പറഞ്ഞു, അന്നേരം പോയെന്നുള്ളതാ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, രോഗബന്ധനങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, സാമൻ പിശാചിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ. ഇന്ന് രാത്രി സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ഡോക്ടർമാർ ചിലപ്പം ഇത് എഴുതി കാണും, ഇനി അധിക നാളില്ല. അല്ലല്ല, യേശു നിനക്ക് ജീവൻ തരും. അവിടുന്ന് ജീവന്റെ ഉടയവനാ, അവിടുന്ന് ജീവൻ നായകനാ. ഇന്ന് രാത്രി അവൻ സകലത്തിന്റെ അധികാരി കർത്താവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയല്ല. സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞ് അക്കരയ്ക്ക് പോകാമെന്ന്. അക്കരയ്ക്ക് ശിഷ്യന്മാർക്ക് അറിയത്തില്ല എന്തിനാ പോകുന്നെന്ന്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം പറഞ്ഞു. സന്ധ്യയായി പറഞ്ഞ് അക്കരയ്ക്ക്. എല്ലാം ചാടി വള്ളത്തെ കയറി. യേശു വന്നപ്പോൾ യേശുവിന് സീറ്റും ഇല്ല. അങ്ങനെ ആയിരിക്കാം. എല്ലാം നടുപ്പടിയും വായിക്കോലും എല്ലാം കയറിയിരുന്നു, കൊച്ചുപടിയിലും എല്ലാം. യേശു വന്നപ്പം യേശുവിന് പോലും സീറ്റ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്.
പിന്നെ കർത്താവ് അതുകൊണ്ടാണോ എന്നറിയത്തില്ല അമരത്ത് തലയണ വെച്ച് ഉറങ്ങി. എന്നാൽ വേദപുസ്തകം പഠിച്ചാൽ യേശു അമരത്ത് തലയണ വെക്കാനുള്ളതിൻ്റെ ഒരു കാര്യം വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ ഇങ്ങനെ അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞെന്ന. അപ്പോൾ കാറ്റ് ആദ്യം പിടിക്കുന്ന അമരത്താണ്. കുട്ടനാട്ടുകാരനായതുകൊണ്ട് വള്ളവും വെള്ളവുമായിട്ട് ചില കാര്യം അറിയാം. കിളന്ന ഭാഗമാണല്ലോ അമരം. അപ്പം കാറ്റ് ആദ്യം കയറി പിടിക്കുന്നത് അമരത്താണ്. അമരം ശരിയല്ലെങ്കിൽ പരുവക്കേടാകും. അത് സഭ അങ്ങനെ തന്നെ. നടത്തിപ്പുകാർ ശരിയല്ലെങ്കിൽ അയ്യോ കൊള്ളാം. നമ്പ്യാർ പണ്ട് പറഞ്ഞല്ലേ, ഓദിക്കുന്നോനോത്ത് പിഴച്ചാൽ ഒരു പന്തിക്ക് മൊത്തം തെറ്റും. താളക്കാരന് മേളം പോയാൽ മേളക്കാരൻ അവതാളത്തിൽ. ആശാനക്ഷരം 1 പിഴച്ചാൽ ശിഷ്യന് 51 പിഴയ്ക്കും. അപ്പൊ അമരം ക്ലിയർ ആയിരിക്കണം. അപ്പൊ അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞെന്ന അപ്പോസ്തല പ്രവൃത്തി അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. അതെ. അപ്പോൾ കാറ്റ് കയറി പിടിക്കാൻ സാധ്യതയുള്ള ഭാഗം അമരമാണ്. എൻ്റെ ഭാഷയെ വചനത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ ആ സാധ്യതയുള്ള ഭാഗം യേശു അങ്ങ് കൈയേറ്റു. ഇന്ന് രാത്രി നിന്റെ ജീവിത പടക് തകർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. യേശു കൈയേറ്റിരിക്കുക. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. ദൈവത്തിൻ്റെ മകൻ അവിടുന്ന് എടുത്ത കാറ്റിനെ ശാസിച്ചെന്ന കാറുകൊണ്ടാകാശം അതി ഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. കാറുകൊണ്ടാകാശം അതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. വൻകടല കരെ പോവാൻ ചൊന്നവാക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. വൻകടല കരെ പോവാൻ ചൊന്നവാക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചെന്ന. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ഓടിച്ചു പറയാം, ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും വരികയില്ല. ഈ വിഷയം തെളിയിക്കാൻ ഒരു ചെറിയ വിഷയം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ കൺവെൻഷന് പ്രസംഗം നിർത്താം. ബാക്കി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ 28 അടുത്ത വർഷം അദ്ദേഹത്തിന് വേറെ വിഷയമുണ്ട്. പിന്നെ വെള്ളിയാഴ്ച അവിടെ പറയാം. നാളെ പാർലമെൻറ്റത്തുണ്ട്. താല്പര്യമുണ്ടേ വാ. അപ്പൊ ശ്രദ്ധിക്കുക, ഞായറാഴ്ച ചെന്നാമറ്റത്തുണ്ട്. അടുത്തല്ലയോ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ നിനക്ക് ഒന്നും വരികയില്ല. ഈ വിഷയം തെളിയിക്കാൻ ഞാൻ അധികാരി കർത്താവ് അറിയാതെ ഒന്നും വരികയില്ല. തെളിയിക്കാൻ ഒരു ചെറിയ വിഷയം നിങ്ങൾക്കറിവുള്ള വിഷയമാണ്. ഇയ്യോബിന്റെ ജീവിതം ഒന്ന് പഠിച്ചേ. ഇവിടെ കൂടുതലും ദൈവമക്കളാണല്ലോ കൂടിയേക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നെന്ന. കെട്ടുകഥയല്ല, അമ്മമ്മ കഥയല്ല, ഉമ്മാക്കി കഥയല്ല, കിഴവി കഥയല്ല, ഉണ്ടെന്ന. വായിച്ചോ, ഒന്നിൻ്റെ ഒന്ന് പെട്ടെന്ന് വായിച്ചു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഉണ്ടായെന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു, ഉള്ള കാര്യമാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട്. പിന്നെ സങ്കീർത്തനത്തിന്റെ പുറകിൽ ഈ പുസ്തകം കൊണ്ട് കൊടുത്തന്നെ അത് കാവ്യ പുസ്തകങ്ങളായതുകൊണ്ട് ഓർഡർ ഉണ്ടല്ലോ. നമ്മൾ ഓർഡർ അനുസരിച്ച് അങ്ങ് പോകുന്നതേ ഉള്ളൂ. പ്രായവും പക്വതയും ഒക്കെ നോക്കിയാൽ അങ്ങനല്ല. പക്ഷെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഉണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല.
അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് യോബിന്റെ പുസ്തകത്തിന്. വേദപഠിതാക്കൾ ചിലർ പറയുന്നത് ഈ യോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ പിള്ളേരിലെ ഒരുവനാകുന്ന ഇസഹാറിന്റെ മൂന്നാമത്തെ പുത്രനാണ് യോബെന്ന. അത്രയും പഴക്കമുണ്ടെന്ന ഒരു വാക്യം ഒന്ന് വായിച്ചേ തെളിവിനെ. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായത്തിന്റെ 13 എടുത്തേ. ചടിയടാന്ന് വായിക്കണം. നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് വായിപ്പിക്കില്ല, എനിക്ക് ഖേദമുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യം ഇതാ, വായിച്ചേ ഒക്കൂ. ഇസഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യോബ്. ഇസഖാർ അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ 12 പിള്ളേരിൽ ഒരുവനാകുന്ന ഇസഖാറിന്റെ മൂന്നാമത്തെ പുത്രനാണ് യോബ് എന്ന. ഇനി ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 7:1 വായിച്ചേ. അങ്ങോട്ട് നോക്കണ്ട, പുള്ളി എടുക്കുന്നില്ല, നമ്മൾ എടുക്കുക. ഇസഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്. അവിടെ യാശൂബ് എന്ന യാശൂബ് തന്നെയാണ് യോബ് തന്നെയാണ് ഇയ്യോബ്. ഇനി യാക്കോബിന്റെ ലേഖനം 5:11 വായിച്ചേ. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആകുമല്ലോ. യാക്കോബ് 5:11 5:11 അവിടെ വലത്തുവശത്ത്. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. അടുത്തത് യോബിന്റെ സഹിഷ്ണുത. അപ്പൊ ഉൽപ്പത്തി 46:13 ദിനവൃത്താന്തം 1-ാം പുസ്തകം 7:1 യോബിന്റെ പുസ്തകം 5:11 ചേർത്ത് പഠിക്കുമ്പോൾ ഇത് തന്നെയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ഫിലിപ്പച്ചാൻ കണ്ടല്ലോ, നമ്മുടെ ആളാ, ഞങ്ങൾക്ക് വേറൊരു അടുപ്പമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ആനിക്കലയാ വന്നിട്ടുണ്ടോ? ഇവിടെ പെങ്ങള് സാവുച്ചാൻ്റെ അല്ലേ, അങ്ങനല്ലേ വകുപ്പൊക്കെ അമ്മക്കറിയാന്ന്. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. അപ്പൊ ഇത് ജീവിച്ചിരുന്ന ഒരാളാ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. മസ്കറ്റിലൊക്കെ പോയിട്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട്, കല്ലറ വരെ കണ്ടെന്നാ പറഞ്ഞത്. കണ്ടായിരുന്നോ? സത്യമാന്നേ. സലാല ഞാൻ പോയിട്ടുണ്ട്, പിൽപ്പച്ചാൻ പോയിട്ടുണ്ട്. ഞാനും അവിടെ പോയില്ല. നമുക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പോകാം. അപ്പൊ ശ്രദ്ധിച്ചേ, ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകഥയൊന്നുമല്ല, അമ്മുമ്മ കഥയല്ല കേട്ടോ. നമ്മൾ പലതും അമ്മുമ്മ കഥയാ, കിഴവി കഥ, അങ്ങനെയാണല്ലോ. ഉമ്മാക്കി കഥ. പിള്ളേർ ചോറുണ്ണാ വരുമ്പോ പെട്ടെന്ന് കഴിക്കാണ്ട് ഉമ്മാക്കി ഉമ്മാക്കി. എനിക്കിപ്പോ 50 വയസ്സുണ്ട്, അത്രേ ഉള്ളേ. ഞാൻ ഇന്ന് വരെ ഉമ്മാക്കിയെ കണ്ടില്ല. അച്ചായൻ കണ്ടിട്ടുണ്ടോ ഉമ്മാക്കി? ഞാൻ കണ്ടിട്ടില്ല. കെട്ടുകഥയാ. മറ്റുള്ളവനെ പിള്ളേർ ചോറുണ്ണാൻ വേണ്ടി ഒരു കഥ ചമച്ചതാ. ഇത് കെട്ടുകഥ, അമ്മുമ്മ കഥ, ഉമ്മാക്കി കഥയല്ല, ഉള്ള കാര്യമാ. ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം സത്യമാ. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോകും, ഇതിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയല്ല കേട്ടോ. ഇത് വിശ്വസിച്ചാൽ നിനക്ക് അനുഗ്രഹമാ. ഇത് ആ മനുഷ്യത്വം അതിവേഗത്തിലോടുന്ന വചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാ. ഇതിന്റെ ഒറിജിനൽ അവിടെ ഇരിക്കുക. ദൈവത്തിന് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാ. ആമൻ. തിരുവചനത്തിന് ശക്തിയുണ്ട്. അപ്പൊ ഊസ് ദേശത്ത് ഇനി ഓടിച്ചു എന്നെ കൂടെ നിൽക്കണേ, ഒന്ന് സഹായിക്കാമോ? സമയമില്ലാത്തോണ്ടാ. ഊസേശത്ത് യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. അടുത്തത് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും 4 ഗുണഗണങ്ങൾ. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട്. 4 വിശേഷത. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കത നേരില്ല. ഇത് രണ്ടും ഉണ്ട്, പക്തിയില്ല. ചില ഭയങ്കര നേരും നിഷ്കളങ്കത, ഒരു പക്തിയില്ല. യോഗത്തിനൊക്കെ വന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ? ചുമ്മാ ഉഴപ്പിച്ചടിച്ച് വന്നിരിക്കുക, പഴയ കസാര മടക്കി വെച്ച പോലെ. ഇരിപ്പം തന്നെ കാണും. ചില യോഗത്തിന് തുമ്പിയെ പിടിക്കാൻ, ഓണത്തുമ്പിയെ പിടിക്കാൻ യോഗത്തിന് വന്നിരിക്കുന്നതാ. ഒരു പക്തിയില്ല. പക്തിയുടെ കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടത് കത്തോലിക്ക സഹോദരന്മാരെയാണ്. അവർ പള്ളിയുടെ കോമ്പൗണ്ട് കയറിയാൽ വളരെ ഭക്തിയോടാ. ഉപദേശമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്, വളരെ ഭക്തിയോടാണ് നിൽക്കുന്നത്. കുർബാനയുടെ സമയത്തും അവിടുത്തെ ശുശ്രൂഷ സമയത്ത് വളരെ ഭക്തിയായിട്ട്. അത് അഭിനന്ദനീയമാണ്. ആണെന്ന് ഹൈന്ദവ സ്നേഹിതന്മാരും ആ നട തുറക്കുന്ന സമയത്ത് എന്ത് ഭക്തിയോടാണ് നിൽക്കുന്നത്. ഭക്തി ഒന്നും ഇല്ലാത്തത് കൂടുതലും നമ്മുടെ ഇടയിലാണ്. കാരണം പ്രമാണമകത്തുള്ളത് കൊണ്ടാണ്.
ഭക്തിയും വൻ ഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ, ഭക്തിയും വൻ ഭക്തി കേട്ട് ചേർത്തിളക്കി തരം പോലെ, ചെപ്പടി കളി നടത്തു സഭ്യരല്ല കലന്മാര്, ചെപ്പടി കളി നടത്തു സഭ്യരല്ല കലന്മാരെ. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അപ്പൊ ഇവിടെ ഭക്തനാ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട 4 വിശേഷത. അതിന് അടുത്ത ഓടിച്ചു വായര്. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും. 7 3 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി. അവൻ 7000 ആട്, 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്ത്. ചുരുക്കി പറഞ്ഞാൽ 7 3 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി. നമുക്ക് പൂജാൻ പോലെ 2 എണ്ണമാണ്, നമ്മുടെ അഹങ്കാരവും പോക്കും. ഇത് കലാപൂലി പോലെ 10 എണ്ണം, അതിൽ 7 ആൺപിള്ളേര്. നമുക്ക് കൂടി വന്നാൽ 1 or 2. എൻ്റെ ചെറുക്കൻ, ചേട്ടൻ ഡയലോഗ്, എൻ്റെ ഒരാൾ നാൾ പറഞ്ഞതാ, എൻ്റെ ചെറുക്കൻ അറിഞ്ഞിരുന്നെങ്കിൽ. എൻ്റെ കുറുക്കൻ, നിന്നെ കൊണ്ടും നിന്റെ ചെറുക്കനെ കൊണ്ട് ഒന്നും നടക്കുകയല്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ നീ ദൈവത്തെ ഭയപ്പെടുക. യോബിന് 7 ആൺപിള്ളേരും 3 പുത്രിമാര്, 10 പിള്ളേരുടെ പിതാവ്. ഏതാണ്ട് 15,000 പരം വരുന്ന മൃഗസമ്പത്ത്. 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുത. ഒരേർ കാള 2 400 × 2 1000 കാള. നമുക്ക് വെട്ടുവാനം വന്നൊരു കന്നാലി ഉണ്ട്, എന്തൊരു ഗമയാ അത്, വെട്ടുവാണമാ. 15 അന്നത്തെ മൃഗസമ്പത്ത് സമ്പത്തിന് അതിൻ്റെ അടിസ്ഥാനത്തില്ല. പണ്ട് പുരാതന കാലത്ത് ഒരു മനുഷ്യൻ സമ്പന്നനാണെന്ന് വിലയിരുത്തുന്നത് കന്നാലിയെ നോക്കിയ. പഴയ കാലത്തൊക്കെ ആൾക്കാർ കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ തുറുവാണ് നോക്കുന്നത് പറയുന്നു. തുറു ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? അയ്യോ 4 തുറു നല്ല പമ്പരം പോലെ. ഇന്നെങ്ങാനും തുറുകളുടെ പെങ്കൊച്ചിനെ വിട്ടെ, എനിക്കൊന്നും കച്ചിയുടെ ഇടയിൽ കയറാൻ മേലെന്ന് പറയും. പണ്ട് കാലത്ത് സാമ്പത്തിക നിലവാരം നോക്കുന്നത് മൃഗത്തിന്റെ എണ്ണമാണ്. ഇന്നെങ്കാനും കന്നാലി ഉണ്ടെ പറയോ ഗതിയൊന്നുമില്ല, കന്നാലിയെ വളർത്തി ജീവിക്കുക. ഇന്നൊരുത്തൻ കാശുകാരനാണ്, വിധിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവൻ്റെ വണ്ടിയും വീടും 2 ലോണാ. വണ്ടിയും ലോണാ, വലിയ പത്രാസ് കാണിക്കാൻ 4 മൊബൈല്, 3-4 ചാവി. ചില ഓഫീസിൽ ചെന്നിച്ച് ലോൺ എടുക്കാൻ. അപ്പം അവിടെ ഇരിക്കുന്ന ചില ഇയാൾ വലിയ ചാടി കാണുന്നു, പിന്നെ വിളിക്കാം, ഹലോ ഞാൻ പിന്നെ വിളിക്കാം. ഈ പൊട്ടൻ അറിയുന്നുണ്ട് ഇവൻ കടം മേടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനത്തെ വേന്ദ്രന്മാരുണ്ട്, ഞാനിപ്പോൾ പറയുന്നൊന്നുമില്ല. ഇന്ന് അങ്ങനെയൊക്കെയാ. ചതിക്കും. നിങ്ങൾ രണ്ടും കൂടെ എൻ്റെ ഗുരു ഒപ്പിച്ചു. പുള്ളി ഒപ്പിക്കും, എനിക്കറിയാം. എന്തുവാ പറഞ്ഞേ ആരുടെ കാര്യമാണ് പറഞ്ഞേ? എനിക്കറിയാവുന്ന ആടെയാണോ? കാരണം ഇന്നും തല്ലുകൊള്ളണ്ട. നമ്മൾ വെറുതെ എന്തിനാ യോഗത്തിന് വന്നിച്ച് തല്ലുകൊണ്ട് പോകുന്നേ? ആൾക്കാർ, കക്ഷികളുണ്ട്. ദൈവത്തിന് മഹത്വം. യോബ് വലിയ ധനാഢ്യനാ. ഏതാണ്ട് 15,000 പരം വരുന്ന മൃഗസമ്പത്ത്. അപ്പൊ പുരാതന കാലം ജീവിച്ചിരുന്ന ധനാഢ്യനായ മനുഷ്യനാണ് ദൈവത്തിന്റെ ദാസനാകുന്ന യോബ്. യോബിന്റെ ഒരു വിശേഷത, വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. കാശുകാരെല്ലാരും മോശമല്ല, കാശില്ലാത്തവരെല്ലാരും നല്ലവരുമല്ല. മനസ്സിലായി കാണും. മനസ്സിലായല്ലോ? കാശുകാരെല്ലാരും മോശമല്ല, കാശില്ലാത്ത എല്ലാവരും നല്ലവരുമല്ല. എല്ലാ വിഭാഗത്തിലും ഉണ്ട്. യോബ് നല്ലൊരു മനുഷ്യനാ, വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തൻ. സമ്പത്തുണ്ടെങ്കിലും അതിന്റെ ഹുങ്കൊന്നും പുള്ളിക്കില്ല. ചില സഭകളിലൊക്കെ, എല്ലായിടത്തും അല്ല, ചിലയിടത്ത് ചിലർ ഇരിപ്പൊക്കെ കണ്ട ഒരു സ്തോത്രം പറയാട്ടെ, കൈയടിക്കാട്ടെ, നമ്മൾ പുള്ളി ഇവിടുത്തെ ചിലരെ നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൺവെൻഷൻ ആണെങ്കിലും യോഗത്തിനാണെങ്കിലും ചില യോഗത്തിനിരിക്കുന്ന കാലുമേ കാലുമെല്ലാം വെച്ച്, എല്ലാവരുടെയും കാര്യമല്ല, കാലുമേ കാലുമൊക്കെ വെച്ച് വിറപ്പിച്ച് ചിലപ്പോൾ ഭയവും തോന്നാറുണ്ട്. ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ കുറച്ചൊക്കെ വിനയം വേണ്ടായോ? വേണം.
ചിലർ അങ്ങോട്ട് കൊണ്ടുവന്ന് ബൈബിൾ വെച്ചു, ബൈബിളിന്റെ പുറത്ത് ഇവന്റെ മൊബൈലും ഒക്കെ വെച്ച്. ഞാൻ വളരെ സൂക്ഷിക്കും കേട്ടോ. അതിൻ്റെ കാരണം ദൈവത്തിന് മഹത്വം. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ചെന്നു, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പാണ്. ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഞാൻ തൂവാലയുണ്ട്, അപ്പം എൻ്റെ അടുക്ക അവിടുത്തെ പാസ്റ്റ് ഇരിപ്പുണ്ട്, ഞങ്ങൾ അടുത്തടുത്തായിരിക്കുന്നേ. അപ്പം ഞാൻ തൂവാല കൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചേച്ച് ഈ തൂവാല ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ചു. പുള്ളി പ്രായമുള്ള എടുക്കടാന്ന് പറഞ്ഞു. നിൻ്റെ പുള്ളി പറഞ്ഞ ഭാഷയാണ്, നിൻ്റെ മൂക്കട്ടയെല്ലാം തൂത്തേച്ച് വെക്കാനുള്ള സ്ഥലമാണോ വേദപുസ്തകം, ഇനി മേലിൽ ആവർത്തിക്കരുത്. ദൈവസന്നിധി അന്ന് നിർത്തി. പിന്നെ ഞാൻ ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കും. ശരിയല്ലേ? നിന്റെ ഈ ചീച്ചിയെല്ലാം പിഴിഞ്ഞയച്ച് തൂപ്പി അതിൻ്റെ മണ്ടേ. ആ കാര്യത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന കത്തോലിക്കരെയാ. എന്ത് ഭക്തിയോടാ അത് കൈകാര്യം ചെയ്യുന്നത്. ഉണ്ടാ കുശുമ്പൊത്തിയിരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടില്ല. ഇത് ചിലർ ബൈബിളൊക്കെ ഇവിടെ വെച്ചില്ല കോഴിക്കാരൻ നടക്കുന്നത് പോലെ. കോഴിയെ മേടിക്കാൻ പറ്റില്ല. പണ്ട് കണ്ടിട്ടില്ലേ കോഴിക്കാരൻ ഒരു ബാഗ് ഒക്കെ വെച്ചോണ്ട്. അത് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ഇള് വലിയ ധനേട്ടിയനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ എന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്തും നിന്റെ പ്രൗഢിയും പത്രാസും ഒന്നും നിന്നെ അങ്ങ് കൊണ്ടുപോകത്തില്ല. ഭക്തിയോടെ ദൈവത്തെ ഭജിക്കണം. നിന്റെ കയ്യിൽ ഇപ്പൊ ഇച്ചിരി കാശുണ്ട്, എൻ്റെ തങ്കമ്മേ, ഒരു പനിക്കതില്ല. ഒരു നല്ല പനി വന്ന ഇല്ല, ആശുപത്രിയോട്ട് ചെന്ന് മുഴുവൻ പരിശോധനയില്ല, ചുമ്മാ നിൽക്കുന്നത് പരിശോധിച്ചു പോയി. അപ്പം അവൻ പറഞ്ഞു ഞാൻ പുള്ളിയുടെ കൂടെ വന്നതാ. കുഴപ്പമില്ല, പരിശോധിച്ചു. ഞാൻ കൂടെ അതൊന്നും ഇവിടെ പറഞ്ഞ എന്തൊരു അക്രമമാണ്. ഇത് ബിസിനസ്സാ. അല്ല, നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ എന്ത് ഡോക്ടർ എന്നാ പറഞ്ഞു? അയ്യോ, ഡോക്ടർ പറഞ്ഞു എങ്ങനെ ജീവിച്ചിരിക്കുന്നെന്ന്. ആണോ? പിന്നെ ഡോക്ടർ അന്തം വിട്ടുപോയി. അമ്മാമ്മ എങ്ങനെ എടി പൊട്ടി, ദൈവം നിനക്ക് ആയുസ് തന്നതാ. സ്വർഗത്തിലെ ദൈവം നിനക്ക് ആയുസ് തന്നതാ. നീ ദൈവത്തിന് മഹത്വം കൊടുക്ക. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നിധി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ. വലിയ ധനാഢ്യനുമാ തികഞ്ഞ ദൈവഭക്തന് ഓടിച്ചു നിർത്താം. പരമഭക്തനായിട്ട് ജീവിക്കുക. യോബിന്റെ ഒരു വിശേഷത, പിള്ളേരുടെ എണ്ണത്തിനൊത്ത് യാഗം കഴിക്കും. എണ്ണത്തിനൊത്ത് പിള്ളേരുടെ പേര് പറഞ്ഞ
യാഗം കഴിക്കുന്നത്. ഞാൻ കർത്തദാസന്മാരോടും പറയാം, സഭയിലെ വിശ്വാസികളുടെ എല്ലാം പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യണം. അല്ല കാടടച്ച് വെടിവെച്ചാലൊന്നും സഭയിലുള്ള എല്ലാവരെയും അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. അങ്ങോട്ട് കാടടച്ച് വെടി അങ്ങനൊന്നും അല്ല. ഞാൻ നിങ്ങൾ അവരുടെ സ്തോത്ര കാഴ്ച മേടിക്കുന്നുണ്ടെങ്കിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിണങ്ങി നോക്കിയതാണോ, ഇണങ്ങി നോക്കിയതാണോ, സന്തോഷം കൊണ്ട് നോക്കിയതാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. വലിയ മെഗാ ചർച്ച്. ആരാ വരുന്നത്, ഏതാ എവിടുന്നാന്നൊന്നും ഇട്ടോ ഊരിക്കും. ഉള്ള പെണ്ണുങ്ങളെല്ലാം കമ്മലും മാലയും എല്ലാം മേടിച്ച് സ്തോത്രകാഴ്ച എല്ലാം മേടിച്ചു. നീ നിന്റെ എടാ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. മിണ്ടുന്നില്ലല്ലോ. ഒരു സംഭവം കേട്ടതാ. ഒരു സഭയുടെ മെയിൻ ആളൊരു ഹോട്ടലിൽ കയറി. അപ്പം വേറെ ഒരു ഫാമിലി വന്നു. പ്രൈസിലോ രണ്ടുപേരും വർത്താനം പറഞ്ഞു. അപ്പം എവിടാ വീട്? ഇന്നടത്താ വീട്. ഏത് സഭയിലാണ് കൂടുന്നത്? പാസുടെ സഭയിലാന്ന്. മെഗാ. എത്ര നാളുമുണ്ട്? 4 കൊല്ലമായിട്ട്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കണക്ക് കൊടുക്കേണ്ടവരാ. വലിയ മെഗായൊക്കെ അങ്ങ് നിർത്തിയാച്ചേ. മെഗാ ചെറുതാക്ക്, ഓരോരുത്തരെ ഏൽപ്പിക്ക്. ദൈവത്തിന് മഹത്വം. അത് പറഞ്ഞാൽ ഒന്നും ആരും ഒന്നും അംഗീകരിക്കുകയല്ല. എണ്ണത്തിനൊത്ത് ആ കാര്യത്തിൽ ഞാൻ ഇത് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല. ആ കാര്യത്തിൽ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന TPM-കാരെയാ. നിങ്ങളൊന്ന് എല്ലാ ദിവസവും വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ അനുഭവസ്ഥനാണ്. ആദ്യം അവരുടെ ലോക്കലിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യും. അത് കഴിഞ്ഞ് ആ സെൻറ്ററിലുള്ള സകല ലോക്കൽ സഭകളും വേലക്കാരുടെയും പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യും. അത് കഴിഞ്ഞ് നേരെ പിടിക്കും. ഒരറ്റം മുതലാ പിടി. 3 മണിക്കൂറൊക്കെ ആ സ്തോത്ര പ്രാർത്ഥന രാവിലെ. എൻ്റെ അമ്മായിയുടെ അമ്മ TPM-കാരിയായിരുന്നു, മരിച്ചു പോയി. നല്ലൊരമ്മയാണ്, നല്ല മിടുക്കി. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് അമ്മച്ചിയും പെന്തിക്കോസിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട അമ്മയ്ക്ക് സന്തോഷം. വിളിച്ചു, ഞാൻ ചെന്നു. ഞങ്ങൾ രണ്ടും കൂടെ. മോനൊന്നും വിശ്വാസത്തില്ല, പുള്ളി മിലിറ്ററിയിലാണ് അന്ന്. ഇപ്പോൾ മിലിറ്ററിയിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മച്ചും കൂടെ വെളുപ്പിനെ 3 മണിക്ക്, അമ്മച്ചി 3 ആകുമ്പോൾ എഴുന്നേൽക്കും. നല്ല ഒരമ്മ, അല്ല ഒരു 6 അടി പൊക്കവും ഉണ്ട്, നല്ല കഴിവും പ്രാപ്തിയുള്ള വലിയ പാചക കലയുള്ള അമ്മയാണ്. അപ്പോൾ ഈ അമ്മ 3 മണിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് മുട്ടയിലിരിക്കും, ഞാനും ഇരിക്കും. ദൈവമേ, അവരുടെ ലോക്കൽ സഭയിലെ മുഴുവൻ ആൾക്കാരുടെയും പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യും. പിന്നെ ലോക്കലിലുള്ളവർ, സെൻറ്ററിലുള്ളവർ, പിന്നെ അങ്ങോട്ട് സെൻറ്റർ പോവുക. തൂത്തുക്കുടി മുതൽ അമ്മ ഒരു പിടി അങ്ങ് പഞ്ചാബ് വരെ എല്ലാം 3 മണിക്കൂർ. വല്ലപ്പോഴും അല്ല, എന്നും. നിങ്ങൾ ചെല്ലു പറയാം TPM-ലെ സഭ എന്തോ വൃത്തിയായിട്ട് അവർ എന്തുവാ അയ്യോ അവർക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. സെൻറ്ററിൽ 3 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് സ്തോത്ര പ്രാർത്ഥന. ലോക്കൽ സഭയിലെ ഉപദേശിയും കുടുംബവും 4:30. കുടുംബം എന്ന് പറഞ്ഞാൽ മദറും സിസ്റ്റേഴ്സും കൊച്ചു വേലക്കാരും അവിടെയുള്ള ശുശ്രൂഷകരും. ലോക്കലിൽ ആളിൻ്റെ വലിപ്പവും കൂട്ടം അനുസരിച്ചാണ് എഴുന്നേക്കുന്ന നേരത്തെ. സെൻറ്ററിൽ എന്നോട് ആൾ പറഞ്ഞ് 3-3 എഴുന്നേക്കുമെന്ന്. കാരണം സെൻറ്ററിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞാൽ സ്തോത്രം ചെയ്യണ്ടേ. അത് 3 മണിക്കൂർ. അതെങ്ങനാ? ലോകത്തിൽ എവിടെല്ലാം TPM ഉണ്ടോ അവരെല്ലാം ആ സമയത്ത് ഇരിക്കുക. വേല വളരാതിരിക്കുമോ? എന്നെ എല്ലാവർക്കും ഒരു പ്രസംഗം നിർത്താം അല്ലയോ? ഇങ്ങനെയാണെ നിർത്തുന്നതാ? ചെന്ന് നോക്ക്, ഏതെങ്കിലും പൈത്തോമിൽ ഇഷ്ടിക തളഞ്ഞിരിപ്പുണ്ടോന്ന്. മനസ്സിലായില്ല. സ്തോത്ര പ്രാർത്ഥനയാ, എണ്ണം ഒത്ത്. ആ ഭാഗം വിട്ടേക്കാൻ. ഇന്നാളെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ TPM ആണ്, ഇയാൾക്ക് അങ്ങോട്ട് അങ്ങ് പോകാൻ മേലായിരുന്നെന്ന്. എടാ, കള്ളി എന്ന് വിളിക്കുമ്പോൾ തീട്ടം കള്ളി എന്ന് വിളിക്കരുത്. അത് ജയിക്കാൻ വേണ്ടി തീട്ടം ആരെങ്കിലും കാക്കുവോ? പിന്നെ ജയിക്കാൻ വേണ്ടി
കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കണം. അത് ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. വലിയവൻ്റെ കാര്യവും ചെറിയവൻ്റെ കാര്യവും അതിന് സഭയൊന്നും നോക്കരുത്. കാര്യം പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് പറയണം. ഇഷ്ടമുണ്ട്. പണ്ട് രണ്ടുപേര് കടങ്കഥ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ജയിക്കാം. കടങ്കഥ കേട്ടില്ലേ? ഒരാൾ പറഞ്ഞു ഞെട്ടില്ല പട്ടയില്ല, പിന്നെ അവിടെ നിന്ന് പപ്പടം, പിന്നെ ഇവിടുന്ന് ഉടുപ്പൂരി കിണറ്റി ചാടി, പഴം ഇട്ടാ പൊട്ടും, ഇംഗ്ലീഷ് മുട്ട. പക്ഷേ പുള്ളി പറഞ്ഞ് ഒരാൾക്ക് പിന്നെ കിട്ടുന്നില്ല കടങ്കഥ. അപ്പോൾ പണ്ട് കാലത്താ കടങ്കഥ കിട്ടാൻ നമ്മൾ പുള്ളി ഉടനെ ലാസ്റ്റ് മണ്ണെണ്ണ തീരുമ്പം വിളക്ക് കെടും. അതിനെന്നാ മറുപടി? ഈ വിളക്കം വെട്ടത്തിരുന്ന കടങ്കഥ പറയുന്നത്. അപ്പോൾ പുള്ളി നോക്കിയിട്ട് പിന്നെ ഒരു കടങ്കഥയില്ല, വിളക്ക് കെടാറാണ്, മണ്ണെണ്ണ തീരുമ്പം വിളക്ക് കെടും. അതിനെന്നാ മറുപടി പറ? രണ്ടും പുള്ളി പറഞ്ഞു. മറ്റേ പുള്ളി നോക്കിയിട്ടൊന്നും അതിന് മറുപടി. അപ്പൊ ഈ കാര്യം പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് പറയണം. നമ്മുടെ വിഷയത്തിൽ വന്ന് നിർത്താം. എണ്ണത്തിനൊത്ത് പിള്ളേരുടെ പേര് പറഞ്ഞു പരമഭക്തനായിട്ട് ജീവിക്കുക, ഓടിച്ചു പറയാ. അങ്ങനെ ജീവിക്കുന്ന യോബ് ഒരിക്കൽ ഭക്തിയോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക. ഒരിക്കൽ ദൈവപുത്രന്മാരെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ആ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അപ്പൊ അന്ന് ദൈവത്തിന്റെ സഭ കൂടി. ദൈവസഭ ഇടയ്ക്കിടയ്ക്ക് കൂടും. ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ കൂടി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആകാശം മുട്ട് എന്നാന്ന് ചോദിച്ചു. ഭാഷ കലക്കിയാക്കാൻ കൂടി പറഞ്ഞതാ. ഇന്നലെ പറഞ്ഞ പോലെ രാമോത്തിലെ ശമരിയിലെ രാമോത്തിൽ ആകാവ് പട്ടുപോകണം, എന്നാ മാർഗം? സഭ കൂടി. അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാത്മാവ് പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. സഭ കൂടും. യശയ്യാപ്രവചനം ചേർത്ത് ആറ് നമുക്ക് വേണ്ടി പോകും. സഭ കൂടി പറഞ്ഞതാ. ഇടയ്ക്കിടയ്ക്ക് കൂടും. ഇങ്ങനെ സഭ കൂടി. ദൈവപുത്രന്മാർ ചെന്നു, സാത്താനും ചെന്നു. അപ്പൊ ദൈവപുത്രന്മാര് യോബിനെ പറ്റി നല്ല സാക്ഷ്യമൊക്കെ പറഞ്ഞു. ഭക്തന, വിശ്വസ്തന, നല്ല മനുഷ്യനെ, കാശുണ്ടെങ്കിലും അതിന്റെ ഹുങ്കും തണ്ടുവന്നും പുള്ളിക്ക് ഇല്ല. പ്രാർത്ഥിക്കുന്നവനാ, നന്നായി രാവിലെ എഴുന്നേക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് സാത്താൻ നിന്നിച്ച് പറയാ കൊള്ളാം. അവനിങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് നിൽക്കുന്ന ഭക്തി ഉണ്ടായിട്ടല്ല, പിന്നെന്നാ ഇവിടെ അവനെ ഇഷ്ടം പോലെ സ്വത്തുള്ളത് കൊണ്ടാണ്. 10,000 മൃഗസമ്പത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനിങ്ങനെ അപ്പോൾ ഓടിച്ച് പറയാം. അപ്പം ദൈവം തമ്പുരാൻ സാത്താനോട് പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ പിശാചേ, ഇതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷേ അവനെ തൊട്ടേക്കരുത്. സകലത്തിന്റെ അധികാരി കർത്താവാ. ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിൽ തരിക, പക്ഷെ അവനുള്ളതെല്ലാം തരിക, പക്ഷെ അവനെ. എന്റെ പ്രിയരെ, കർത്താവ് അനുവദിക്കാറ് ഒരുത്തനും നിന്നെ തൊടുകയല്ല. ഒരുത്തൻ നിന്നെ തൊടുകയല്ല. കാരണം സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. കർത്താവ് പറഞ്ഞ ഇയ്യോബിനുള്ള മുഴുവൻ നിനക്ക് തരിക, പക്ഷെ അവനെ തൊടരുത്. എന്റെ ചിന്ത, സാത്താൻ ഇത് കേട്ട് വലിയ സന്തോഷമായി. ആട്ടെ, ഇയ്യോബിനെ തൊട്ടില്ലെങ്കിലും അവനുള്ളതല്ല ഒന്ന് തൊടാമല്ലോ. അങ്ങനെ സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ടുവെന്ന് ഇയ്യോബിനുള്ളതെല്ലാം തൊട്ടു. ഓടിച്ചു പോകാം. 1:13 മുതൽ വായിച്ചേ. എല്ലാം ഭാഗം പറയാൻ നേരമില്ല. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും മീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്ക വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോർന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്നവായിരുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ ഈ ആകാശത്ത് നിന്ന് വീണ് കത്തി വേലക്കാരും ബാലിക്കാരും എല്ലാം ഇരയായി തുറന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം വഴുതി പോന്നു. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം എന്ന് വായിക്കേ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം വഴുതി പോന്നു. ഇത് പറഞ്ഞപ്പോൾ വേറൊരുത്തം എന്ന് വായിക്കേ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും മീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ട് പെട്ടെന്ന് മരുഭൂമി എന്തൊരു കൊടുക്കാറ്റ് വന്ന് പെരയുടെ മൂലക്ക് അടിച്ചു. പെരയെല്ലാം കൂടെ കൊച്ചുങ്ങളുടെ പുറത്ത് വീണ് കൊച്ചുങ്ങളെ ചത്തന്ന്. അങ്ങനല്ലേ? കൊച്ചുങ്ങളെന്നല്ല, ഞാനങ്ങ് പറഞ്ഞു. ആയിക്കോട്ടെ. അധികാരി കർത്താവാ. കർത്താവ് അറിയാതെ നിനക്കൊന്നും വരികയില്ല. സാത്താൻ വന്ന് സന്തോഷിച്ചു വന്ന് ഇയ്യോബിനുള്ളതെല്ലാം തൊട്ടു എന്ന് പറഞ്ഞാൽ 15,000-ൽ പരം വരുന്ന മൃഗസമ്പത്ത് അങ്ങ് നശിച്ചു. 15,000-ൽ പരുന്ന മൃഗസമ്പത്ത് തകർത്തു. എന്റെ ഭാഷ പറഞ്ഞ വെട്ടുവാദം വന്ന കന്നാലി പോലും ഇല്ല, തുപ്പടെ അടിച്ചു മാറ്റി. മാത്രമാണോ, പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നു കുടിച്ചിരിക്കും. എനിക്കൊരു സന്തോഷം, പിള്ളേരോട് ഐക്യതയുള്ള പിള്ളേരാ. എല്ലാവരും കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ വന്നിച്ച്
നമ്മൾ 5 എണ്ണം കൊണ്ട് 6 സഭയല്ല. മൂത്തവൻ ചർച്ചക്കോട്, രണ്ടാമത്തൻ IPC, മൂന്നാമത്തവൻ ഷാരോൻ, നാലാമത്തൻ അസംബ്ലീസ് കോഡ്, 5-ാമത്തവൻ സ്വതന്ത്ര സഭ, തള്ളയൊരെണ്ണം TPM-ലും. ഒരെണ്ണം തമ്മിൽ യോജിപ്പില്ല. എല്ലാവരുടെയും കാര്യമല്ല. ഇവിടെ യോഗം വെച്ചാൽ അങ്ങോട്ട് പോകുകയില്ല, അവിടെ വെച്ചാൽ ഇങ്ങോട്ട് വരികയില്ല. എന്നതാ ഇത് ക്രിസ്തീയ മാർഗമാണോ? നമ്മുടെ ദേശത്തൊരു കൺവെൻഷൻ വെക്കുമ്പോൾ ഉടനെ നമ്മൾ അപ്പുറം കൊണ്ട് ഉപവാസ പ്രാർത്ഥന വെക്കുക. കാരണം ഒരെണ്ണം അങ്ങോട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരുമാകട്ടെ ഏതുമാകട്ടെ, ദേശത്തൊരു സുവിശേഷ യോഗം വെക്കുമ്പോൾ ആ ദേശത്തുള്ള ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. യേശുവിനെയാണ് ഉയർത്തുന്നത്. ഇതാ ക്രിസ്തീയ മാർഗം. അത് നമുക്ക് വിഷയം വിട്ടേക്കാം. പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് കുഞ്ഞുങ്ങളുടെ വലി വീണ് 10 എണ്ണവും ചത്തു. സമ്പത്ത് മുഴുവൻ തകർത്തു. തലമുറ 10 മാറ്റപ്പെട്ടു. എൻ്റെ ഭാഷയാ, ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ സാത്താൻ നിന്നപ്പോൾ ഭക്തൻ പരാജയത്തിന്റെ പല്ലവിയല്ല പാടിയത്. ഭക്തൻ പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരത്തില്ല. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എൻ്റെ കർത്താവിനാ. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും വരികയില്ല. പരാജയത്തിന്റെ പല്ലവിയല്ല, സന്തോഷത്തോടെ. എന്റെ ഭാഷ പറഞ്ഞാൽ സാത്താൻ ലജ്ജിച്ചു ഇളിപ്പിയനായി. പക്ഷെ സാത്താൻ്റെ ഒരു പ്രത്യേകത, പ്രകൃതി തോറ്റാലും പുറകോട്ട് പോകത്തില്ല. ഇവൻ വീണ്ടും വന്ന് തോണ്ടും. നമ്മൾ തോറ്റ വഴി പിന്നെ വള്ളം വെക്കുകയല്ല, വെക്കത്തില്ല. പണ്ട് ഞങ്ങളുടെ ഒരു ഉപദേശിയെ ഞാനും ഇരിക്കുമ്പോൾ ആ പുള്ളിയെ വിളിച്ചു, അപ്പച്ച കൺവെൻഷന് വരണം ഒരു യോഗത്തിന്. അപ്പം പുള്ളി പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ ഒന്ന് കളിപ്പിച്ചു. അപ്പം എൻ്റെ തലേ പ്രാവശ്യം വിളിച്ചു, അപ്പച്ചനെ അങ്ങ് നന്നായിട്ട്, അപ്പച്ചൻ്റെ പേര് പറയണോ? വേണ്ട, യോഗം കഴിഞ്ഞ് പറയാം. ഒരു ചെറിയ ആഗ്രഹമുണ്ട് ഏറെ അപ്പച്ചനാണെന്നറിയാൻ. എനിക്ക് ആ ഇരിപ്പ് കണ്ടപ്പോൾ തോന്നി, യോഗം കഴിഞ്ഞ് പറയാം. അപ്പം ഇവർ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ ഒന്ന് കളിപ്പിച്ചു. അപ്പം അവിടെ നിന്ന് ഫോൺ വന്നു, ഇല്ല അപ്പച്ച അതൊരു അബദ്ധം പറ്റിയതാ, ഈ പ്രാവശ്യം. ഉടനെ അപ്പച്ചൻ പ്ലേറ്റ് തിരിച്ചു, ജോയിക്കുട്ടി ഞാനൊരു ഫലിതം പറഞ്ഞതല്ലേ, ഇതാ ഫലിതം. അല്ല, 2 ഭാഗത്തും കൊണ്ട് തെറ്റ്. അപ്പച്ചനെ വിളിച്ചേച്ച് കളിപ്പിക്കാവോ? മിണ്ടുന്നില്ല. മോൻ എന്നെ ഒരു ഊറിയ ചിരി. ആരെങ്കിലും കളിപ്പിച്ചോ? ലക്ഷണം കണ്ടിട്ട് മിക്കവാറും കളിപ്പിക്കാനാ. അങ്ങനെയുള്ള കളിപ്പിക്കുന്ന വിദ്വാന്മാർ ഒത്തിരി ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ വിപുലി വെച്ചാൽ എത്ര വർഷമായി അറിയരുതോ, പേരൊന്നും പറയണ്ട. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. പണ്ട് ഞാനൊരു യോഗത്തിന് ചെന്ന് പാട്ടുകാരെ എല്ലാം വിളിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് പാടിയത്. 5 ദിവസത്തെ യോഗം. ഞാനും ചെന്നു, കൺവെൻഷന് പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചിറങ്ങിയപ്പോൾ എനിക്കൊരു സ്വോത്ര കാഴ്ച കൊണ്ട് തന്നു. ഞാനത് നീ അന്നുണ്ടായിരുന്നില്ലയോ? ഉണ്ട്. സ്ഥലമൊന്നും പറയണ്ട. ഇപ്പം 5 ദിവസം നിങ്ങൾ നിന്ന് പാടി ഊപ്പാട് വന്ന് 5 ദിവസം നിന്ന് എന്നെ ആരാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ പാടി കൺവെൻഷൻ കഴിഞ്ഞപ്പം മൈക്ക് സെറ്റുകാരനും പാട്ടുകാരനും എല്ലാം വിഷമിക്കുക. ഞാനപ്പോൾ സ്റ്റേജിൽ നിന്ന് വന്നപ്പം ഇറങ്ങി ഞാൻ വണ്ടിയെ കയറി ഇച്ചിരി ഇങ്ങോട്ട് മാറിയപ്പം വേണ്ടപ്പെടോ ഒരാൾ പറഞ്ഞു, അച്ഛൻ എവിടായി? ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടോട്ട് പോവുക, കഴിക്കാൻ പോകുന്നില്ല. എവിടാ? ഞാൻ പറഞ്ഞു, പോവുക, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാനപ്പം ഇനി എന്നെ വലിയ അപകടം ഉണ്ടായി. എന്നതാ? അല്ല, ഇത് വലിയ അപകടമാണ്. തിരിച്ചു വന്നപ്പം ഇതുങ്ങളെല്ലാം കരഞ്ഞു നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്നാ? അച്ഛാ, വിളിച്ച പുള്ളിയെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. പുള്ളി അവരുടെ പക്ഷെ മുങ്ങി. അന്നേരം പറഞ്ഞു, ഇവന് കൊച്ചു പിള്ളേർ വരെയുള്ളത്, അവനെ നോക്കിയിരിക്കുന്നതാ. മറ്റവനും അത് തന്നെ തത്തുല്യൻ. ഞങ്ങൾ എന്നാ ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യാനാ? പിന്നെ അതിൽ ഞാൻ ചോദിച്ചു, ഇതിലിപ്പം നിലവിലിപ്പം തീരെ ഗതികേട് ആർക്കാ? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എനിക്കാന്ന് പറഞ്ഞു. ഞാൻ 4 ദിവസമായി ഇവിടെ വന്ന് കിടക്കുക. ശരിക്കും ചാപ്പാട് പോലും പാട്ടുകാർ പറഞ്ഞതാ. ശരിക്കും ചാപ്പാട് ഒരു കട്ടൻ കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ചാപ്പാട് കൊടുത്തില്ല. അങ്ങ് ശുശ്രൂഷയാ. അയ്യോ, അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇപ്പം നിങ്ങളിൽ ഈ ബുദ്ധിമുട്ട് കൂടുതൽ പ്രയാസം ഉള്ളതാർക്കാം? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇവനാന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം, എനിക്ക് കിട്ടിയ സ്വോത്രകാഴ്ച ഞാൻ എത്രയാണെന്ന് പോലും നോക്കിയില്ല. അതെടുത്ത് പറഞ്ഞാൽ നീ കൊണ്ടുപോകും, നീ പോവും. അവൻ അന്നേരം സ്ഥലം കാലിയാക്കി. അവന് മനസ്സിലായി നിന്നാൽ പിന്നെ പരുവക്കേടാന്ന്.
കനസേ അവൻ പോയോ? അവനറിയാം ആരാന്ന്. ഞാൻ നിർമ്മിത കഥയൊന്നും പറഞ്ഞതല്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ യോജിച്ചാലും യോജിച്ചല്ലേ. ഈ പാട്ട് പാടാൻ വരുന്നവർ, ഇത് കൊട്ടാൻ വരുന്നവരും, ഈ ഇതൊക്കെ ചെയ്യുന്ന ഇവരെല്ലാം കുടുംബസ്ഥരാ. അതൊക്കെ കണക്കിലെടുക്കണം. യോഗം നടത്തുന്നവർ വിളിച്ചില്ലെന്നേ ഉള്ളൂ. വിളിച്ചേച്ച് വൃത്തികേട് കാണിക്കരുത്. അങ്ങനെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. എനിക്കിപ്പോൾ തന്നാലും തന്നില്ല എന്നും വിഷയമല്ല. ഞാൻ നാളെ വിളിച്ചാലും ഞാൻ ചൊല്ലും. പേരൊന്നും പറഞ്ഞില്ല. ഒരു തന്നെ മിക്കപ്പോഴും വിളിക്കും. അവൻ കൊടുക്കുക. എന്നാലും ഞാൻ പോകും. നാളെയും പോവും. എൻ്റെ അനുഭവം എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ തന്നില്ലെങ്കിൽ അടുത്തടുത്ത് ദൈവം ഒരുക്കി വെക്കും. പക്ഷേ വൃത്തികേട് കാണിക്കരുത്. കൊടുക്കണ്ടേ? കൊടുക്കണമെന്നാണോ? ഇവിടെ ഈ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട. ഇപ്പം പിന്നെ ഇന്നാളെ എന്നോട് പറഞ്ഞു, അച്ഛാ തരുന്നില്ല. ഞാൻ ചോദിച്ചു അയന്നാ? അച്ഛായന് കിട്ടി. ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പണായിട്ട് അവർ കൊണ്ട് തന്നു. ഞങ്ങളോട് പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാന്ന്. ഇപ്പൊ പൊക്കോ, വലിയ പേയായത്. എല്ലാവരും കുടുംബസ്ഥരാ. ഇവരെല്ലാം ഈ ശുശ്രൂഷ കൊണ്ട് ജീവിക്കുന്നവരാ. അല്ല രാത്രി കള്ളനോട്ടടി ഉണ്ടോ? അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുക. നമ്മൾ ഈ വാതിലെടുത്തത് നിശ്ചരുടെ പറഞ്ഞേ ചങ്ങ് നിർത്താം. ഏതായാലും നാളെ യോഗമില്ലല്ലോ. ഇതൊക്കെ ആവശ്യമുള്ളവർ ഇതിനകത്തുണ്ടെന്ന്. എല്ലാം നിങ്ങൾ ഏറ്റെടുക്കേണ്ട. ആവശ്യമുള്ളവർ അവനുള്ളത്. യോബിന്റെ വിശേഷത ഈ പരാജയത്തിന്റെ പാട്ടല്ല പാടിയത്. യോ പറയുക, അവൻ ദൈവം തന്നു, ദൈവം എടുത്തു. എൻ്റെ ദൈവം അറിയാതെ ഒന്നും വരികയല്ലെന്ന്. സാത്താൻ ലജ്ജിച്ചെങ്കിൽ ഇവന്റെ തൊഴിൽ പോകുകയല്ല. രണ്ടിനൊന്ന് വായിച്ച് ഓടിച്ചു നിർത്താം. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താൻ അവരുടെ പിന്നെയും വന്നല്ലോ. തോറ്റാലും കാൽവറിയിൽ യേശുവിന്റെ ഉയർപ്പിനാൽ ഇവനെ പരാജയപ്പെടുത്തിയതാ. മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണമേ നിന്റെ ജയമവിടെ. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ തന്റെ മരണത്താൽ കാൽവറിയിൽ പരാജയപ്പെടുത്തിയ യേശു ക്രിസ്തു. പക്ഷെ ഇന്നും അവൻ ലജ്ജിക്കാതെ പിന്നെ ഇളിപ്പിയനാണെങ്കിലും വന്ന് തോണ്ടുന്നത് അവന് നാണവും മാനവും ഉള്ളവനല്ല. ആർക്ക്? പിശാചിന്. അവൻ വീണ്ടും വന്നപ്പോൾ എൻ്റെ വന്നേ. നീയല്ലേ പറഞ്ഞ യോബിന്റെ സമ്പത്ത് പോകുമ്പോൾ പകുതി പോകുന്നാണ്ട് സമ്പത്ത് പോയപ്പോഴും പുള്ളി സ്തോത്രം പറയുന്നല്ലോ. ഉടനെ സാത്താൻ പറയാം, കൊള്ളാം, പിന്നെ തൊക്കിന് പകരം തോക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെ ജീവന് പകരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ പിള്ളേരെ മൃഗണി സമ്പത്ത് പാക്കളഞ്ഞേ. അവനെ തൊട്ടില്ലല്ലോ. ഇല്ല, അവനെ തൊട്, വിവരം അറിയാം. ഉടനെ ദൈവം പറഞ്ഞു സാത്താനോട്, അങ്ങനെയാണെങ്കിൽ താണ്ടെ യോബിനെയും കൂടെ നിന്റെ കയ്യിൽ തരിക. 2-4 ആയിരം മനുഷ്യൻ തനിക്കുള്ളതൊക്കെ ജീവന് പകരമായിട്ട് കൊടുക്കും. അടുത്ത വാക്യം, നിന്റെ കൈ നീട്ടി അവനെ തൊടുക. അപ്പോൾ അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ച് പറയും. അടുത്ത വാക്യം, ദൈവ സാത്താനോട്, അവനെ കൂടെ നിന്റെ കയ്യിലോട്ട് തരിക. പക്ഷെ ഒരു കാര്യം, അവന്റെ പ്രാണനെ തുടരുത്. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ പൈതലെ, ദൈവം പറയാതെ നിന്റെ പ്രാണം പോകത്തില്ല. ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകത്തില്ല. ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും, ബ്രെയിൻ ട്യൂമർ ആയിരിക്കും, മാരക രോഗമായിരിക്കും. ഇന്ന് രാത്രി ദൈവം പറയാതെ നിന്റെ ആയുസ് പോകത്തില്ല. രോഗപീഠകളിൽ വലയുന്നവര് ഇന്ന് രാത്രി ഇതിനകത്ത് കാണും. ഇന്ന് രാത്രി ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിരിക്കാം. ദൈവം അനുവദിക്കാതെ, ദൈവം പറയാതെ നിന്റെ പ്രാണൻ പോകത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ആയുസിന്റെ മേൽ അധികാരമുള്ളവൻ, പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ, ജീവന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇന്ന് രാത്രി രോഗാത്മാവിനെ അടിച്ചു മാറ്റട്ടെ. അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കണ്ട. ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ, കർത്താവ് അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. അധികാരി യേശുവാ. സകലത്തിന്റെ മേലും, ജീവന്റെ മേൽ, പ്രാണന്റെ മേൽ, പ്രകൃതിയുടെ മേൽ, ചരാചരങ്ങളുടെ മേൽ, സർവത്തിന്റെ മേലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി, നീ രോഗബന്ധനത്തിലാ വന്നത്, ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകണം. രട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തിന്റെ ശക്തി
ഓ ദൈവത്തിന് മഹത്വം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശു നിന്നെ വിടുവിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ദൈവം പറയാ അവന് നിന്റെ കയ്യിൽ തരിക, പക്ഷേ അവന്റെ പ്രാണനെ തുടരുത്. ദൈവം പറയാ നിന്റെ പ്രാണൻ പോകത്തില്ല കേട്ടോ. ഡോക്ടർമാർ പറഞ്ഞ കാര്യം അധിക നാൾ കാണുകയില്ല. ഈ രോഗം വന്നാൽ അധിക നാൾ, അതൊക്കെ ശരി. ഞാൻ വൈദ്യശാസ്ത്രത്തിന് എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ജീവന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ, പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ. ദൈവം പറയാതെ നിനക്കൊരു ദോഷം വരികയില്ല. ഏതാനും മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ടു. അത് അവനെ തൊട്ടില്ലെങ്കിൽ, അവന്റെ പ്രാണനെ തൊട്ടില്ലെങ്കിൽ അവനെ ഒന്ന് പുള്ളി വന്ന് യോബിനെ അങ്ങ് തൊട്ടു. അടി തൊട്ട് മുടി വരെ പരുക്കള, പരു അങ്ങോട്ട് ശക്തമായി ചൊറിച്ചില്, വേദനയും ചൊറിച്ചിലും. ഓട്ടുക ക്ഷണമെടുത്ത് ചാരത്തിലിരുന്ന് ചുരണ്ടുക. എല്ലാം പ്രതികൂലമായി. ഇത് ഞാൻ ഓടിച്ചങ്ങ് പറയാം, വാക്യങ്ങൾ വായിച്ചു പോയാൽ നേരം പോവും. ചാരത്തിൽ നിന്ന് ചുരണ്ടുക, എല്ലാം പ്രതികൂലം. സമ്പത്ത് മുഴുവൻ പോയി, തലമുറ മുഴുവൻ മാറ്റപ്പെട്ടു, ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, അസുഖമായ വേദനയും ചൊറിച്ചിലും. തെറ്റി കഴിഞ്ഞവർ വന്ന് യോബിനെ നിന്ദിക്കാൻ തുടങ്ങി. നീ ഭക്തനാണ്, പിന്നെ ഇങ്ങനെയൊക്കെ വരുവോ? വഴി നടന്നു പോയവരും പരിഹസിച്ചു, അയൽക്കാർക്ക് നിന്നതിനായി സ്നേഹിതന്മാര് ദ്വേഷിച്ചു. 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു, ബിൽദാദ്, സോബർ, എലീഫാസ്, പിന്നെ വേറൊരു പുള്ളി പിന്നെ വന്നു എലീഹൂ. അതവിടെ നിൽക്കട്ടെ. ഹൂ യവന്മാര് 3 2:11 വായിച്ചേ. 2:11. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമത്തിനായ സോബർ എന്നീ യോബിന്റെ 3 സ്നേഹിതന്മാര് യോബിന് അനർത്ഥമൊക്കെ സംഭവിച്ചപ്പോൾ അവന്റെ അടുക്ക പോകാമെന്നും അവനോട് കൂടി സഹതപിക്കാമെന്ന് പറഞ്ഞു ഒത്തല്ലോ. അത് വലിയ കാര്യം. അവർ അകലെ വെച്ച് നോക്കിയാൽ സഹതപിപ്പാനാ വന്നെങ്കിൽ, എന്റെ ഭാഷ പ്രാർത്ഥിക്കാനാ വന്നെങ്കിലും പാര വെച്ചേച്ചാ എല്ലാം പാരയാ. സ്നേഹിതന്മാരും ദ്വേഷിച്ചു, എല്ലാം പ്രതികൂലമാ. പക്ഷെ യോബിന് ഒന്നറിയാം, എൻ്റെ ദൈവം അറിയാതെ ഒന്നും വരികയില്ല. സമ്പത്ത് മുഴുവൻ പോയി, പിള്ളേര് മുഴുവൻ നഷ്ടപ്പെട്ടു, ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. സ്നേഹിതന്മാരെ ദ്വേഷിച്ചു, തെറ്റി ഒഴിഞ്ഞവൻ പഴിച്ചു, അയലത്തുകാർക്ക് നിന്നതിനായി. എല്ലാം പ്രതികൂലമാണ്. മാത്രമാണോ ഒടുവിൽ അമ്മാമ്മയും കാലുവാരി ഇല്ലേ? വായിച്ചു 2:9. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ആ സഹോദരി അങ്ങനെ അങ്ങ് തീർത്ത് പറയുന്നില്ല, അത്രയും സഹിച്ചൊക്കെ നിന്നല്ലോ, അത് വലിയ കാര്യം. അവളും കാര്യമായി. എല്ലാം പ്രതികൂലമായി, എല്ലാം അപ്പൊ യോബിനറിയാം, എൻ്റെ ദൈവം ആ സകലത്തിൻ്റെ അധികാരി. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. യോബിന്റെ പരാജയത്തിൻ്റെ പാട്ട് കേൾക്കാൻ സാത്താൻ നിന്നപ്പോൾ പക്വതം പറഞ്ഞ മാത്രമാണ് ശ്വാസത്തിന് ദുർഗന്ധം വെച്ചെന്ന. ശ്വാസത്തിന് ദുർഗന്ധം എന്ന് പറഞ്ഞാൽ വേദ പഠിതാക്കൾ ചെല്ലു പറഞ്ഞത്, പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ പരുക്കളും വടുക്കളും വ്രണങ്ങളും വന്ന് പൊട്ടി ചീഞ്ഞ് നാറുകെട്ട് അകത്ത് ഇന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതായോ പറഞ്ഞ്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസുഖവും, എൻ്റെ യാതന എൻ്റെ കൂടപ്പിറന്നവൾക്ക്. അറപ്പാണ്ട 19:17 ഒന്ന് വായിച്ചേ. 19:17 ഒന്ന് വായിച്ചേ. എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും, എന്റെ യാതന എന്റെ ഉറപ്പിടുന്നവൾക്ക്. അപ്പൊ അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. ഒരു മനുഷ്യന്റെ ശോധന നോക്കണം. ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധിയിൽ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കുവാനും ദൈവത്തെ തള്ളിപ്പറയുന്ന കാണുവാൻ കാത്തിരുന്നപ്പോൾ പക്വതൻ പറഞ്ഞ കാര്യം പറഞ്ഞങ്ങ് നിർത്താം. പക്വതൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അറിവുള്ള വാക്യമാ. 13:15 വായിച്ചേ. അവൻ പക്വതൻ എന്തുവാ പാടിയത്? 13:15 പെട്ടെന്ന് വായിരേ. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇന്ന് രാത്രി ഈ ധൈര്യത്തോടെ വേണം എല്ലാവരും തിരിച്ചു പോകാൻ. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ കർത്താവ് അനുവദിക്കാതെ, എൻ്റെ യേശു അനുവദിക്കാതെ എനിക്കൊന്നും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്.
മാത്രമല്ല വാക്യത്തിനകത്ത് ഒരു പ്രത്യാശയുടെ അവൻ വാക്യമാ, ഞാൻ അവനായി കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗം തീരുക, നമുക്കും പറയാൻ ഇന്ന് രാത്രി സന്തോഷത്തോട് ഞാൻ അവിടുത്തെ വരവിനായി കാത്തിരിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പ്രേമം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവമൈതലേ, ധൈര്യത്തോടെ തിരിച്ചു പോകുക, പ്രത്യാശയോടെ കടന്നു പോകും. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം ഓർപ്പിക്കട്ടെ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. യേശു വീണ്ടും വരും സഭയെ ചേർക്കാൻ. ആ സഭ എങ്ങനെ? തുടക്ക ദിവസം പറഞ്ഞു, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുത്ത് കൂട്ടായ്മ ആചരിച്ച് വേർപാട് പാലിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ വിശ്വസ്തയോടെ ജീവിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആ കർത്താവ് അറിയാതെ നിനക്കൊന്നും വരികയില്ല. ദൈവമെല്ലാം അറിയുന്നുണ്ട്. പഴയ പാട്ടിൻ്റെ 2 ചരണം കൈയടിച്ച് പാടി, മൊത്തം പാടുന്നില്ല, 2 ചരണങ്ങളൊന്ന് കൈയടിച്ച് പാടി നമുക്കങ്ങ് വരിക. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന്